ഹലോ പോസിറ്റീവ് സോൾസ്, വെൽക്കം ടു സ്പിരിച്വൽ ഹീലിംഗ് ടാരറ്റ്സ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ സംസാരിക്കുന്നത് വല്ലാർപാടത്തമ്മ നിങ്ങൾക്ക് നൽകുന്ന സന്ദേശം എന്താണ് എന്നുള്ളതാണ്. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുള്ളവരാണെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനുണ്ട്. വാട്സപ്പ് നമ്പറും മറ്റു ഡീറ്റെയിൽസും ആണുള്ളത്. വാട്സപ്പ് വഴി മെസ്സേജ് ചോദിക്കാവുന്നതാണ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ സംബന്ധിക്കുന്ന കാര്യങ്ങൾ. നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. പൈൽ നമ്പർ 1 ഈ ഒരു കളറാണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നത്, അതായത് റെഡ് കളറാണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ പൈൽ നമ്പർ 1, അതേപോലെ തന്നെ ബ്ലൂ ആണെങ്കിൽ പൈൽ നമ്പർ 2, യെല്ലോ ആണെങ്കിൽ പൈൽ നമ്പർ 3. സോ ഇതിൽ ഏതിലാണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നത് അതാണ് നിങ്ങളുടെ റീഡിംഗ്. ഇനി നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. ഈ ഒരു കളറാണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നത് എങ്കിൽ നിങ്ങളുടെ റീഡിംഗ് എന്താണ് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, സോ പൈൽ നമ്പർ 1, വല്ലാർപാടത്തമ്മ നിങ്ങൾക്ക് നൽകുന്ന സന്ദേശം എന്താണ് എന്ന് നമുക്ക് നോക്കാം. പൈൽ നമ്പർ 1, Mestar energy, okay, cherry, moonbird, lily of valley, അതേപോലെ തന്നെ പോപ്പി, പിന്നെ മിസ്റ്റിൽറ്റോ. നമ്മുടെ മെയിൻ മെസ്സേജ് എന്ന് പറയുന്ന ഹോളി ആണ്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്കുള്ള മെസ്സേജ്, നിങ്ങൾക്ക് ചില കാര്യങ്ങൾ നിങ്ങളുടെ കൺമുമ്പിൽ ഉണ്ടെങ്കിൽ പോലും നമ്മൾ പല കാര്യങ്ങളും നമ്മുടെ മുമ്പിലുണ്ട്, പക്ഷെ നമ്മൾക്കത് കാണാൻ കഴിയില്ലാത്തൊരു സാഹചര്യം എന്ന് പറയും. കാരണം നമ്മുടെ മുമ്പിൽ ആ കാര്യം ഉണ്ട്, അത് ചെറിയ രീതിയിൽ മറഞ്ഞായിരിക്കും കിടക്കുന്നത്. അത് വലിയൊരു മറയൊന്നും ഉണ്ടാവില്ല, പക്ഷെ നമ്മളൊന്ന് സൂക്ഷിച്ച് അല്ലെങ്കിൽ നമ്മൾ നോക്കേണ്ടടുത്ത് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് മനസ്സിലാവും. പക്ഷെ നമ്മളത് മനസ്സിലാക്കുന്നില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മുടെ ഉള്ളിൽ അമിതമായിട്ടുള്ള ഒത്തിരി കാര്യങ്ങൾ, അമിതമായിട്ടുള്ള ദുഃഖഭാരങ്ങളായിരിക്കാം, അമിതമായിട്ടുള്ള ജിജ്ഞാസയായിരിക്കാം, അമിതമായിട്ടുള്ള നെഗറ്റിവിറ്റി ആയിരിക്കാം, ഭാവിയെക്കുറിച്ചുള്ള ആകുലത, പല കാര്യങ്ങളും ആവാം. നമ്മൾ അമിതമായിട്ട് എന്തുണ്ടായാലും അത് നെഗറ്റീവാണ്. ആദ്യം തന്നെ പറയട്ടെ, മസ്റ്റാർഡ് എനർജിയാണ് ഫസ്റ്റ് പറയുകയാണെങ്കിൽ. ഈ ഒരു മസ്റ്റാർഡ് എനർജി എന്ന് പറയുമ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ഉള്ളിലുള്ള കുറേ, നിങ്ങളുടെ മനസ്സിന്റെ ഉള്ളിലുള്ള കുറേ നെഗറ്റിവിറ്റീസ് നിങ്ങളെ ഒത്തിരി അധികം ബാധിക്കുന്ന ഒരു കാര്യമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു എനർജി എന്ന് പറയുന്നത് നമ്മൾ പലപ്പോഴും പല കാര്യങ്ങളും നമ്മൾ ആലോചിക്കാതെ എടുത്തു ചാടി ചെയ്യുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ ആലോചിക്കാതെ എടുത്തു ചാടി നിങ്ങൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എങ്കിൽ അതിൽ നിന്ന് പിന്മാറുക എന്നുള്ളൊരു കാര്യം ഇവിടെ എടുത്തു പറയേണ്ടുന്ന ഒരു കാര്യമാണ്. അതോടൊപ്പം തന്നെ പലപ്പോഴും പല കാര്യങ്ങളും നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ നമ്മുടെ ഉള്ളിൽ നമുക്ക് ധൈര്യം ആയിട്ട് അത് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ സന്തോഷം ആ ഒരു കാര്യം ചെയ്യുന്നതിലായിരിക്കും. പക്ഷെ അത് നമ്മൾ ചെയ്യില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഉള്ളിൽ അതിനുള്ളൊരു ധൈര്യം, എല്ലാം ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, അതാണ് നിങ്ങളുടെ സന്തോഷം. എന്നിരുന്നാലും നിങ്ങൾ ആ ഒരു കാര്യം ചെയ്യാതെ നിങ്ങൾ മറ്റുള്ളവരെ പ്രീതിപ്പെടുത്താൻ അല്ലെങ്കിൽ സമൂഹം എന്ത് ചിന്തിക്കുന്നു എന്നതിനനുസരിച്ചിട്ടായിരിക്കും കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ പറയാനുള്ളത് നിങ്ങളെ കുറിച്ച് ആദ്യം ചിന്തിക്കുക എന്നുള്ളത്. നമ്മൾ പലപ്പോഴും ഫ്ലൈറ്റിൽ കയറുമ്പോൾ പറയാറുണ്ട്, അപ്പോൾ നമ്മൾ ഓക്സിജൻ മാസ്ക് വെച്ചിട്ട് എന്തെങ്കിലും കയറുന്ന സമയത്ത് തന്നെ ഇൻസ്ട്രക്ഷൻസ് തരുമ്പോൾ പറയുന്നൊരു കാര്യമാണ്, മാസ്ക് വയ്ക്കുന്നതിന് മുമ്പ്, ഇപ്പോൾ കുട്ടികളൊക്കെ ഉള്ളവരാണെങ്കിൽ നിങ്ങൾ കുട്ടികൾക്കൊക്കെ മാസ്ക് ധരിപ്പിക്കുന്നതിന് മുമ്പ് ആദ്യം സ്വയം നിങ്ങൾ മാസ്ക് വെച്ചിട്ട് മറ്റുള്ളവരെ സഹായിക്കുക. കാരണം മറ്റുള്ളവരെ ആദ്യം സഹായിക്കാൻ ഓടുമ്പോൾ അവർ മാസ്ക് വെച്ചിട്ടല്ല ചെയ്യുന്നത് എങ്കിൽ അവർക്ക് അപകടം പറ്റാം. അപ്പൊ മറ്റുള്ളവരെ മറ്റുള്ളവരെ സഹായിക്കാൻ പറ്റണമെങ്കിൽ നിങ്ങളുടെ ശ്വാസം നിലനിൽക്കണം. അങ്ങനെ നിൽക്കണമെങ്കിൽ ആദ്യം തന്നെ നിങ്ങൾ മാസ്ക് വെച്ചിട്ട് വേണം അത് ചെയ്യാൻ. അതുപോലെയാണ് തിങ്ക് അബൌട്ട് യു, ലുക്ക് ഔട്ട് ഫോർ യുവർ സെൽഫ് ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് നിങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നത് എന്ന രീതിയിൽ ചിന്തിക്കുക. ബിക്കോസ് നിങ്ങളുടെ ഹാപ്പിനെസ്, നിങ്ങളുടെ സന്തോഷത്തിന് അതിന്റെ അവസാന വാക്ക് എന്ന് പറയുന്നത് നിങ്ങൾ തന്നെയാണ്. നിങ്ങളുടെ ചിന്തകള്, മറ്റുള്ളവരെന്ത് ചിന്തിക്കും, മറ്റുള്ളവരെന്ത് വിചാരിക്കും എന്നൊക്കെ വിചാരിച്ചിട്ട് പല കാര്യങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ സന്തോഷം അവിടെ കെട്ടുപോവാണ് ചെയ്യുന്നത്. അപ്പോൾ പലപ്പോഴും നിങ്ങളുടെ സന്തോഷം കെട്ടുപോകുമ്പോൾ നിങ്ങൾ മറ്റുള്ളവര്, അപ്പോൾ ചില ആളുകൾ ഒത്തിരി ഭയങ്കര ത്യാഗ മനോഭാവമുള്ള ആളുകളാണെങ്കിൽ ഒരുപക്ഷെ അവരുടെ ലൈഫിൽ പല കാര്യങ്ങളും മറ്റുള്ളവർക്ക് വേണ്ടി ത്യജിച്ച് നിൽക്കുന്നുണ്ടാവാം.
അല്ലാതെയും ചെയ്യുന്നവരുണ്ട്. കാരണം അവർ ചെയ്യുന്നത് കടമയായതുകൊണ്ടും മറ്റുള്ളവർ വളരെ ഇമേജ് കോൺഷ്യസ് ആയിട്ടുള്ള ആളുകൾ ഒത്തിരി പേരുണ്ട്. പലതരത്തിലുള്ള ആളുകളെ നമ്മൾ കാണുമ്പോൾ അവർ ഇമേജ് കോൺഷ്യസ് ആയിട്ടുള്ളവരുണ്ട്. ആ ഒരു കൂട്ടത്തിൽപ്പെട്ട ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങളത് ചെയ്യുമ്പോൾ നിങ്ങൾ മറ്റുള്ളവരെ കാണിക്കാനാണ് ചെയ്യുന്നത്. അറിഞ്ഞോ അറിയാതെയോ നിങ്ങൾ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി തന്നെയാണ് ചെയ്യുന്നത്. അങ്ങനെ അല്ല എന്ന് പറയുന്ന ഒത്തിരി ആളുകളുണ്ട്. അവർ സ്വയം വിശ്വസിപ്പിക്കാൻ ശ്രമിക്കുകയാണ് ഞാനിത് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നു എന്നുള്ളത്. അപ്പോൾ ഇമേജ് കോൺഷ്യസ് ആയിട്ട് തന്നെയാണ് അത് ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ വരുന്ന സിറ്റുവേഷൻ എന്ന് വെച്ചാൽ നിങ്ങളപ്പോൾ സ്വയം തൃപ്തരല്ല. നിങ്ങളിത് ചെയ്യുന്നത് മറ്റുള്ളവരെ കാണിക്കാനായതുകൊണ്ട് തന്നെ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നിങ്ങളുടെ പല ആഗ്രഹങ്ങളൊക്കെ മാറ്റി വെക്കേണ്ടി വരുമ്പോൾ നിങ്ങൾ സ്വയം അതൃപ്തരായിരിക്കും. നിങ്ങളുടെ സന്തോഷം നിങ്ങൾക്ക് ലഭിക്കുന്നില്ല. അങ്ങനെ അതൃപ്തരാകുമ്പോൾ നിങ്ങൾ കൂടെയുള്ളവരെ ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ അവരോടുള്ള ഉള്ളിന്റെ ഉള്ളിൽ നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ ഇഷ്ടക്കുറവ് വരികയാണ്, അല്ലെങ്കിൽ ദേഷ്യമൊക്കെ വരികയാണ്. കാരണം അവർക്ക് വേണ്ടിയിട്ടാണ് നിങ്ങളിത് ചെയ്തത് എന്നുള്ളത്. അപ്പോൾ ചില സിറ്റുവേഷനിൽ അത് വളരെ നെഗറ്റീവായിട്ട് നിങ്ങളെയും മറ്റുള്ളവരെയും ബാധിക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പരിധി വരെ അഡ്ജസ്റ്റ് ചെയ്യുന്നതൊക്കെ ശരി, കുഴപ്പമില്ല. പക്ഷെ ഒരു പരിധിക്കപ്പുറത്തേക്ക് അത് ചെയ്യാതിരിക്കുക നിങ്ങളെ തന്നെ ബാധിക്കും എന്നുള്ളൊരു മെസ്സേജാണ് ഇവിടെ പറയാനുള്ളത് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. അതേപോലെ ചെറിയ എനർജിയാണ് നമ്മളുടെ ആരോഗ്യം നോക്കേണ്ടത് എന്ന് പറയും. ഇപ്പോൾ ചില ആളുകൾ നമ്മൾ പറയാറുണ്ട്, ഇപ്പോൾ മക്കൾക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ പാരൻസ്, ഇപ്പോൾ പൊതുവെ ഒരു കാലം വരെയുള്ള പാരൻസ് ഇപ്പോൾ പലരും മാറിയിട്ടുണ്ടെങ്കിലും കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് എല്ലാം ചെയ്യുക. അപ്പോൾ പൈസ സേവ് ചെയ്ത് വെക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ അവർക്ക് കഴിക്കാനുള്ള പൈസയിൽ നിന്നിട്ട് ഉള്ളത് ചിലപ്പോൾ അവർ സേവിങ്സിലേക്ക് വെക്കും കുട്ടികൾക്ക് വേണ്ടിയിട്ട്. അല്ലെങ്കിൽ ഭക്ഷണമാണെങ്കിലും കുട്ടികൾ മോൻ കഴിച്ചോ മോള് കഴിച്ചോ എന്നുള്ള രീതിയിൽ അവരെ കൊണ്ട് കഴിപ്പിക്കും. അവരൊന്നും കഴിക്കാതെ ഇങ്ങനെ ഇരിക്കും. ഒരു സ്വന്തം ശരീരത്തിന് വേണ്ടുന്ന ന്യൂട്രിയൻസ് പോലും അവർ കൊടുക്കാതെ, അതായത് ശരീരം നോക്കാതിരിക്കുന്നതും ഒരു ത്യാഗമാണ് എന്നുള്ളൊരു ചിന്തയിൽ അവരത് അവരുടെ ശരീരം നോക്കാതെ മക്കൾക്ക് വേണ്ടി മാത്രം കൊടുക്കുക, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ ശരീരത്തിന് വേണ്ട പോഷക ഗുണങ്ങൾ ഇല്ലാതിരിക്കുമ്പോൾ ഒരു കാലം കഴിയുമ്പോൾ അവർക്കത് വളരെ ബുദ്ധിമുട്ടാവും. അതിനുശേഷം അവരവരുടെ ഒരു പ്രായത്തിൽ നെഗറ്റീവ് എനർജിയിലേക്ക് പോകുന്ന പല ആളുകളും എനിക്ക് ഒരു പ്രായത്തിൽ കഴിയുമ്പോൾ പലപ്പോഴും പലരും അനുഭവിക്കുന്ന ജീവിതത്തിൽ ഇപ്പോൾ ചില പാരന്റ്സ് അല്ലെങ്കിൽ ചില ഇൻലോസിനെ കുറിച്ച് പറയാറുണ്ട് ആളുകൾ. അവർക്ക് വളരെയധികം നെഗറ്റിവിറ്റിയാണ്, ഒരു കാര്യത്തിനും ഒന്നും ചെയ്യാൻ സമ്മതിക്കില്ല എന്നുള്ളത്. അവരവരുടെ പ്രായത്തിൽ അതൊന്നും ചെയ്യാതെ വരുമ്പോൾ അറിഞ്ഞും അറിയാതെയും ചെയ്യുന്നവരുണ്ട്, നിർബന്ധിച്ച് ചെയ്യേണ്ടി വരുന്നവരുണ്ട്. അവരൊരു പ്രായം കഴിയുമ്പോൾ അതൊക്കെ പുറത്തേക്ക് കാണിക്കുന്നത് ഒരു പക്ഷെ അവരനുഭവിച്ചത് തന്നെ അവരുടെ മക്കളിലേക്കാണ് കൊടുക്കുന്നത്. അല്ലാതെ ഉള്ളവരുമുണ്ട്. പക്ഷെ അങ്ങനെയുള്ളവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ എനർജി വളരെയധികം ഡിഫറെന്റ് ആയിട്ടുള്ള എനർജി ആയിരിക്കും. എല്ലാവരിലും ഒരുപോലത്തെ എനർജി അല്ല. അപ്പൊ അതൊരു തെറ്റായിട്ട് നിങ്ങൾ കാണേണ്ട ആവശ്യമില്ല. അതായത് നിങ്ങളുടെ കാര്യം നോക്കുന്നതും നിങ്ങളുടെ ഹെൽത്തും വെൽത്തും നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും നോക്കുന്ന ഒരു തെറ്റായിട്ടുള്ള കാര്യമല്ല. അത് സ്വാർത്ഥതയല്ല, സെൽഫ് ലവ് ആണ്. സെൽഫ് ലവും സെൽഫ് സെന്റേർഡ് ആയിട്ടിരിക്കുന്നതും രണ്ടും രണ്ടാണ്. അതായത് എന്റെ മാത്രം കാര്യം നോക്കുന്നതും എന്റെ കാര്യവും നോക്കണം എന്ന് വിചാരിക്കുന്നത് രണ്ടും രണ്ടാണ് എന്നുള്ളത് മനസ്സിലാക്കി മുന്നോട്ടേക്ക് പോവുക എന്നുള്ളൊരു മെസ്സേജാണ് ഇവിടെ. മൂൺ വോട്ട് എനർജിയാണ് നെക്സ്റ്റ് വന്നിട്ട് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം. ഈ ഒരു എനർജി എന്ന് പറയുന്നത് നമ്മൾ ഒരു ലോങ് ടേമിലേക്ക് വേണ്ടിയിട്ടുള്ള ഒരു കാര്യമാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ ലോങ് ടേമിലേക്ക് എങ്ങനെ കാര്യങ്ങൾ കൊണ്ടെത്തിക്കുക. അപ്പോൾ നിങ്ങളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടുന്നത് ഇനി ഒത്തിരി അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും ഓടി നടക്കാൻ പറ്റില്ല. ഈ ഒരു ബിസിനസ് നല്ല രീതിയിൽ മുന്നോട്ടേക്ക് കൊണ്ടുപോകണം. ഒരുപക്ഷെ ജീവിതാവസാനം വരെ ഇതായിരിക്കണം വരുമാന മാർഗം, അല്ലെങ്കിൽ ഇനി അലയത്തിഞ്ഞ് തിരിയാൻ പറ്റില്ല എന്നുള്ളൊരു ചിന്തയിലായിരിക്കാം. അപ്പോൾ ഇത് കൂടുതലായിട്ടും കാണിക്കുന്ന ഒരു ലോങ് ടേം സക്സസ് ആണ്. അവസരം വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. എന്നേക്കുമായിട്ട് നിങ്ങൾക്ക് സ്ഥിരം ആയിട്ട് നിങ്ങൾ സ്റ്റേബിൾ ആവുന്ന ഒരു സാഹചര്യം എന്നുള്ള രീതിയിലാണ് സൂചിപ്പിക്കുന്നത്. അതേപോലെ തന്നെ ഇവിടെ പറയാനുള്ള മറ്റൊരു കാര്യം, ചില ആളുകളുടെ സിറ്റുവേഷനിൽ ഇവിടെ ഇതൊരു കണ്ണേർ, നമ്മൾ പറയാറുണ്ട് നെഗറ്റീവ് എനർജീസ്, ഇവിൾ എനർജി, നെഗറ്റീവ് എനർജി എന്നൊക്കെ പറയും. അതെ, പലപ്പോഴും പല ആളുകളും പറയാറുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ ഇങ്ങനെയൊന്നും ഇല്ല, ഇതിലൊക്കെ ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ടോ എന്ന് ചിന്തിക്കുന്നുണ്ടാവും. ജീവിതത്തിൽ ഒരു പരിധി വരെ വലിയ രീതിയിൽ പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ടിരിക്കുന്നവർ അത് ഓരോരുത്തരും അവരുടെ ജീവിത സാഹചര്യത്തിനനുസരിച്ചിട്ടാണ് ചിന്തിക്കുന്നത്. അപ്പോൾ ചില ആളുകൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നിങ്ങൾ ആ വ്യക്തിയോട് എന്തെങ്കിലുമൊക്കെ കാര്യം വലിയ നല്ല കാര്യം പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾ ആ പറഞ്ഞ കാര്യത്തിൽ എന്തെങ്കിലും തടസ്സമോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ ഡൗൺ ആയി പോകുന്നുണ്ടാവും. പല രീതിയിൽ നിങ്ങളുടെ നെഗറ്റിവിറ്റി, എന്തെങ്കിലും ആരോഗ്യത്തെക്കുറിച്ച് നല്ല കാര്യം നിങ്ങളെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് വൈകുന്നേരം അല്ലെങ്കിൽ പിറ്റേ ദിവസം നിങ്ങൾക്ക് പനി വരുന്നുണ്ടാവും, എന്തെങ്കിലും അസ്വസ്ഥങ്ങൾ ഉണ്ടാവും. ഈ ഒരു എനർജി ഉള്ള ആളുകളുണ്ട്. അവരുടെ ഉള്ളിൽ നെഗറ്റിവിറ്റിയാണ് വരുന്നത്.
അപ്പോൾ ഈ ഒരു നെഗറ്റിവിറ്റി നിങ്ങൾ പലപ്പോഴും ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. നിങ്ങൾക്ക് അങ്ങനെ ഒരു തോന്നൽ ഒരു വ്യക്തിയെ കുറിച്ചിട്ടുണ്ട് എങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ള മറ്റാരെങ്കിലും ഒക്കെ ഇപ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ ഏതെങ്കിലും ബന്ധുവായിരിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ സ്വന്തം ആരെങ്കിലും ആയിരിക്കാം, അതായത് സഹോദരങ്ങളോ മറ്റാരെങ്കിലും ആവാം. കാരണം പലരുടെയും ഉള്ളിലുള്ള വിചാരങ്ങൾ വ്യത്യസ്തമാണ്. നിങ്ങൾ ആ വ്യക്തിയുടെ ഒരേ ലെവലിൽ നിന്നിട്ട് ഇപ്പോൾ നിങ്ങൾ ആ വ്യക്തിയേക്കാൾ കുറച്ച് മുകളിലാണെങ്കിൽ സ്വാഭാവികമായിട്ട് വരാവുന്ന ഒരു അസൂയ പലരിലും വരും. എല്ലാവരും മനുഷ്യരാണ്. അപ്പോൾ അത് നിങ്ങളെ ബാധിക്കാതിരിക്കാൻ വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യുക. അത് ഓരോരുത്തരുടെ ഇതിനനുസരിച്ചിട്ട് ചെയ്യുക. ഇനി മതപരമായിട്ടുള്ള കാര്യം പറയുകയാണെങ്കിൽ അങ്ങനെ ഒരു രീതിയിലേക്ക് പോകുന്നില്ല. കറുത്ത ചരട് കെട്ടാവുന്നതാണ്. ഇതാവുമ്പോൾ ഏത് മതത്തിൽപ്പെട്ടവർക്കും ചെയ്യാം. ഇനി ഹിന്ദുസ് ആയിട്ടുള്ളവരാണെങ്കിലും ക്രിസ്ത്യൻസ് ആയിട്ടുള്ളവരാണെങ്കിലും മുസ്ലിംസ് ആയിട്ടുള്ളവരും ചെയ്യാം. അപ്പോൾ ഏത് മതത്തിൽപ്പെട്ടവർക്കും ചെയ്യാം. നമ്മൾ മതം ഇതിലേക്ക് കൂടുതലായിട്ട് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നില്ല, സ്പിരിച്വൽ ആയിട്ടുള്ള രീതിയിൽ. അപ്പോൾ കറുത്ത ചരട് എന്ന് ഉദ്ദേശിക്കുന്നത് ബ്ലാക്ക് കളറാണ്. അപ്പോൾ അത് നിങ്ങൾ ഈ ALS ഉപയോഗിക്കുന്നവരുണ്ടാവും, ALS കെട്ടുന്നത്. അതിപ്പോ എല്ലാ ഇതിൽ പെട്ടത് ആണ്. കൂടുതലും മുസ്ലിംസും ക്രിസ്ത്യൻസ് ആയിട്ടുള്ളവരാണ്, മുസ്ലിംസും ഹിന്ദുസ് ആയിട്ടുള്ളവരാണ് ചെയ്യുന്നത്. അല്ല ഇനി വെറുതെ കയ്യിലൊരു കറുത്ത ചരട് കെട്ടാം എന്നുള്ള രീതിയിൽ അതിന് പ്രത്യേകിച്ച് മന്ത്രങ്ങളോ പൂജകളുടെ ഒന്നും ആവശ്യമില്ല, അല്ലെങ്കിൽ ഓതന്റെ ആവശ്യമൊന്നുമില്ല. ഇപ്പോൾ പിന്നെ അതായത് ഓരോരുത്തരും അവരവരുടേതായിട്ടുള്ള മതപരമായിട്ട് ചെയ്യുന്നുണ്ടാവാം. അങ്ങനെ എന്നുള്ള രീതിയിലല്ല. ആ ഒരു ഇതിന്റെ എനർജി എന്ന് വെച്ചാൽ ആ ഒരു ബ്ലാക്ക് കളറിന് വളരെ പ്രത്യേകതകളാണ്. നെഗറ്റീവ് എനർജീസ് ഒക്കെ നിങ്ങളെ ബാധിക്കാതിരിക്കുക എന്നുള്ളത് അത് നിങ്ങൾ ചെയ്യേണ്ടുന്ന ഒരു കാര്യം തന്നെയാണ് എന്നുള്ളത് സൂചിപ്പിക്കുന്നു. പിന്നെ ഇത് ഒരു പെട്ടെന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഇതിൽ തോന്നുന്നുണ്ട് ഭയങ്കര ഒരു സ്ട്രോങ് എഫക്റ്റ് വരുന്നതുകൊണ്ടാണ് പറഞ്ഞത്. പിന്നെ നിങ്ങളുടെ പ്ലാൻസ് ഒന്നും ആരോടും പോയി പറയാതിരിക്കുക. വളരെ സന്തോഷ വാർത്തകളൊക്കെ അതിന് എത്ര അടുപ്പമുള്ള ആളുകളോടാണെങ്കിൽ നടന്നു കഴിഞ്ഞിട്ട് മാത്രം പറയാന്നുള്ളത് പ്രത്യേകം എടുത്തു പറയുന്നു. ഇവിടുത്തെ എനർജി ലിലി ഓഫ് ദ വാലി ആണ്, പ്യുവർ സോൾ എനർജിയാണ്. നിങ്ങളുടേത് ഒരു പ്യുവർ സോൾ എനർജി ആയിരിക്കാം, അല്ലെങ്കിൽ ആ ഒരു പ്യുവർ സോള് ബാധിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എടുത്ത് പറയാണ്, ഇങ്ങനത്തെ സിറ്റുവേഷൻസ് ഒക്കെ കാണിക്കുന്നുണ്ട്. ചിലപ്പോൾ ഒരു പക്ഷെ അടുത്തിടയ്ക്ക് എങ്ങാനും ജോലി നഷ്ടപ്പെട്ടിട്ടുള്ള ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ സുഹൃത്തായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളോടൊപ്പം ജോലി ചെയ്ത ഒരാളായിരിക്കാം. നിങ്ങൾ നല്ലൊരു പൊസിഷനിൽ എത്തിയിട്ടുണ്ടാവും, നിങ്ങൾ വിദേശത്തേക്ക് പോയിട്ടുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും നല്ല കാര്യം സംഭവിച്ചിട്ടുണ്ടാവും. പക്ഷെ ഈ വ്യക്തിയായിട്ട് നിങ്ങൾ അടുത്തിടയ്ക്ക് പണ്ട് മുതലേ സുഹൃത്തായിരിക്കാം, പക്ഷെ ഇപ്പോൾ നിങ്ങൾ ആ വ്യക്തിയിൽ നിന്നൊരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ ആ വ്യക്തിയേക്കാൾ നിങ്ങൾ മുകളിലായി എന്നുള്ളൊരു തോന്നല് നിങ്ങൾക്കില്ലെങ്കിൽ കൂടി ആ വ്യക്തിക്കുണ്ട്. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന നല്ല നല്ല കാര്യങ്ങൾ ഈ വ്യക്തിയോട് പറയുമ്പോൾ ആ വ്യക്തിയുടെ ഉള്ളിൽ വരുന്ന എനിക്കതൊന്നും ലഭിച്ചില്ലല്ലോ എന്നുള്ളതാണ്. അത് മനഃപൂർവ്വം ചെയ്യുന്നതായിരിക്കില്ല, പക്ഷെ ആ ഒരു ചിന്ത വരുമ്പോൾ നിങ്ങളെ നെഗറ്റീവായിട്ടാണ് ബാധിക്കുന്നത്. അപ്പോൾ നിങ്ങളത് പ്രത്യേകം ശ്രദ്ധിക്കുക. വലിയ വലിയ നല്ല കാര്യങ്ങളും ഇങ്ങനെയുള്ള കാര്യങ്ങളും ഒന്നും അങ്ങനെയുള്ള ആള്, അതായത് നിങ്ങൾ സംസാരിക്കുമ്പോൾ ശ്രദ്ധിക്കുക. ഇങ്ങനെ ഈ ഒരു ഏതെങ്കിലും പ്രത്യേക വ്യക്തിയോട് സംസാരിച്ചു കഴിയുമ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് നോക്കുക. ചിലപ്പോൾ ഒരു പക്ഷെ ആ വ്യക്തിയോട് സംസാരിക്കുന്നത് മൂലമായിരിക്കും. അപ്പൊ അത് പ്രത്യേകം മനസ്സിലാക്കുക. കാരണം ഇവിടെ കൂടുതലായിട്ടും ആ ഒരു ഡാർക്ക് എനർജീസ് ആണ്, അതായത് മറ്റുള്ളവരിൽ നിന്ന് വരുന്ന എനർജിയാണ്. അപ്പോൾ നിങ്ങൾക്കത് കണ്ടെത്താൻ കഴിഞ്ഞെന്ന് വരില്ല. അപ്പോൾ ജസ്റ്റ് നിങ്ങൾക്കൊരു ഭയം ഉണ്ടെങ്കിൽ ഒരു കറുത്ത ചരട് കയ്യിൽ കെട്ടിയാൽ തീരാവുന്ന പ്രശ്നമുള്ളൂ. അത് മനസ്സിലാക്കുക. അപ്പോൾ കാലിലോ കയ്യിലോ എവിടെയാണെങ്കിലും കെട്ടാം. അപ്പോൾ നമ്മൾ കൂടുതലായിട്ട് പലരും കണ്ടിട്ടുണ്ട്, ഹിന്ദി ഫിലിം സ്റ്റാർസ്, ഹിന്ദി സീരിയലിലുള്ളവർ, ഇപ്പം മലയാളത്തിലും ഒക്കെ ഉണ്ട്, കാലിൽ കറുത്ത ചരട് കെട്ടും. അതിപ്പോൾ ഏത് മതത്തിൽപ്പെട്ട ആളുകളായാലും കെട്ടും. കാരണം അതാകുമ്പോൾ കാണില്ല, ഒന്ന്. പിന്നെ രണ്ട്, ആ ഒരു ശരീരത്തിൽ നമ്മൾ, അതായത് കാലിലെ ഏറ്റവും ഗ്രൗണ്ടഡ് ആയിട്ടിരിക്കുന്ന സ്ഥലം അവിടെ കെട്ടുന്നതിലൂടെ നമുക്ക് ഒത്തിരി പോസിറ്റിവിറ്റി എന്നുള്ള രീതിയിൽ ചെയ്യുന്ന കാര്യമാണ്. അത് നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു കാര്യമാണ്, അതെടുത്ത് പറയുന്നു. പിന്നെ ചില ആളുകൾ ഒരു ക്രോസ് റോഡിലായിട്ട് കാണിക്കുന്നുണ്ട്, ഇത് വേണോ വേണ്ടയോ എന്നുള്ളൊരു സിറ്റുവേഷനൊക്കെ. നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു മെസ്സേജ് എന്ന് പറയുന്നത് നിങ്ങൾ എന്ത് തീരുമാനിക്കുന്നു അതിൽ മുന്നോട്ടേക്ക് പോകുന്നത് നിങ്ങൾക്ക് പോസിറ്റിവിറ്റി ആണെന്നുള്ളത് സൂചിപ്പിക്കുന്നതോടൊപ്പം തന്നെ ഇവിടെ പറയാനുള്ള ഒരു കാര്യം, പുതിയൊരു കാര്യം തുടങ്ങാനുള്ള ഒരു സംരംഭം, അതായത് ജോലി സംബന്ധമായിട്ടുള്ള കാര്യം, പുതിയ ജോലിയോ പുതിയ ബിസിനസ്സോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതിന് ഒരു സാധ്യത ഈ ഒരു സമയത്ത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളെ തേടി വരുന്നതായിട്ട് കാണിക്കുന്നത്. നിങ്ങളുടെ മെയിൻ തീം എന്ന് പറയുന്നത് ഹോളി എനർജിയാണ്. കുടുംബ അന്തരീക്ഷത്തിൽ, അതായത് കുട്ടികൾ, കുടുംബം, അച്ഛനമ്മ, സഹോദരങ്ങൾ, ഇങ്ങനെയുള്ള ഒരു അന്തരീക്ഷത്തിൽ പൊതുവെ ഒരു സന്തോഷം നിറഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഈ ഒരു എനർജി എന്ന് പറഞ്ഞാൽ നമ്മൾ വളരെയധികം ഒരു ലെവലിൽ ഒരു പോസിറ്റിവിറ്റി ഉണ്ട്. ആ ഒരു പോസിറ്റിവിറ്റിയുടെ
എന്താ പറയാ, എല്ലാ ആൾക്കാരിലും ഒരേപോലെ പോസിറ്റിവിറ്റി ഉണ്ടാവില്ല. പക്ഷെ നിങ്ങളുടെ കുടുംബാന്തരീക്ഷത്തിൽ പൊതുവെ നല്ലൊരു അന്തരീക്ഷം തന്നെയാണ് ഇപ്പോൾ ഇവിടെ സൂചിപ്പിക്കുന്നത്. ആ ഒരു നല്ലൊരു എനർജി അല്ലെങ്കിൽ ആ ഒരു പോസിറ്റിവിറ്റി നിങ്ങൾക്ക് കൂടുതലായിട്ട് നിങ്ങളിലേക്ക് എത്താൻ, കുടുംബത്തോടൊപ്പം കൂടുതൽ സമയം ചെലവഴിക്കുക, മെഡിറ്റേറ്റ് ചെയ്യുക, ഒന്ന് നടക്കാൻ പോവുക, അതേപോലെ കുളിക്കുന്ന സമയത്ത് ഒരു നുള്ള് കടലുപ്പ് ഇട്ടിട്ട് കുളിക്കുന്നത് വളരെയധികം നിങ്ങൾക്ക് റിലാക്സ്ഡ് ആയിട്ട് ഫീൽ ചെയ്യും. നിങ്ങളുടെ ചുറ്റുമുള്ള എല്ലാ ഫിസിക്കലി ബോഡിയിലുള്ളതും ഇമോഷണലി എല്ലാ തരത്തിലുള്ള നെഗറ്റീവ് എനർജീസും മുഴുവൻ പുറത്തേക്ക് പോയിട്ട് നിങ്ങൾ മൊത്തത്തിലൊന്ന് ഒരു പോസിറ്റിവിറ്റി നിങ്ങളിലേക്ക് വരാൻ, സമയം നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കാൻ നിങ്ങൾക്ക് പറ്റുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ താഴെ ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുകയെങ്കിൽ മാത്രമേ മുന്നോട്ടേക്കുള്ള വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഈ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും ബിഗ് താങ്ക് യു. ഇനി നമുക്ക് പൈൽ നമ്പർ 2ലേക്ക് കിടക്കാം. പൈൽ നമ്പർ 2. ഓക്കെ, സോ ലെറ്റ് സി പൈൽ നമ്പർ 2 നിങ്ങൾക്ക് വേണ്ടിയിട്ട് നൽകുന്ന മെസ്സേജസ് എന്താണ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, പൈൽ നമ്പർ 2. ലെറ്റ് സി നിങ്ങൾക്ക് വേണ്ടിയിട്ട് വല്ലാർപാടത്തമ്മ നൽകുന്ന സന്ദേശം, പൈൽ നമ്പർ 2 നിങ്ങൾക്ക് വേണ്ടിയിട്ട് വല്ലാർപാടത്തമ്മ നൽകുന്ന സന്ദേശം എന്താണ് എന്ന് നമുക്ക് നോക്കാം. Jasmine energy, citrus energy, okay. Buttercup, okay. Dandelion, mushroom, okay, and asphodel energy. നിങ്ങളുടെ മെയിൻ തീം വന്നിട്ടുള്ളത് ആൽഡർ എനർജി. ഓക്കെ, പൈൽ നമ്പർ 2 നിങ്ങളെ സംബന്ധിച്ചിടത്തോളം കണ്ണടച്ചാരെയും വിശ്വസിക്കാതിരിക്കുക എന്നുള്ളൊരു മെസ്സേജാണ് ഫസ്റ്റ് ഓഫ് ഓൾ വന്നിരിക്കുന്നത്. ജാസ്മിൻ എനർജി എന്ന് പറയുന്നത് ചിരിച്ചുകൊണ്ട് കഴുത്തിറക്കുന്നവരുടെ ലോകമാണ്. ആ ഒരു ലോകത്തിലാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്. നമ്മൾ കലിയുഗത്തിലാണ് ഉള്ളത് എന്നുള്ള വിശ്വാസം എന്നുള്ള ചിന്ത നിങ്ങളുടെ മനസ്സിലുണ്ടാവേണ്ട അനിവാര്യതയാണ്. നമ്മൾ സത്യുഗത്തിലൊന്നുമല്ല ജീവിക്കുന്നത് എന്നുള്ളത്. അപ്പോ ഇപ്പോഴത്തെ നിങ്ങളുടെ എനർജി എന്ന് പറയുന്നത് ഏത് കാലഘട്ടത്തിലാണോ നിങ്ങൾ ഉള്ളത് എന്നുള്ളത് ആ ഒരു കാലഘട്ടത്തിനനുസരിച്ചിട്ട് നമ്മൾ ചിന്തിച്ച് പ്രവർത്തിച്ച് മനസ്സിലാക്കാം. അതോടൊപ്പം തന്നെ നമ്മളിപ്പോൾ ചില കാര്യങ്ങൾ ചെയ്യേണ്ടുന്ന ഒരു രീതിയുണ്ട്. ആ രീതിക്ക് അനുസരിച്ചിട്ട് ചെയ്യാം. ഇവിടെ ഒരു കാര്യം പറയാൻ, നിങ്ങളിപ്പോ നിങ്ങളുടെ സാമ്പത്തികമായിട്ടുള്ള കാര്യത്തിൽ ഇപ്പോൾ ഇതിൽ ആദ്യം തന്നെ എടുത്ത് പറയട്ടെ, നിങ്ങൾക്ക് മറ്റുള്ളവരെ വിശ്വാസം ഉണ്ടാകരുതെന്നോ അല്ലെങ്കിൽ വിശ്വസിക്കരുതെന്നോ അല്ലെങ്കിൽ നിങ്ങളുടെ ഏറ്റവും അടുത്ത സുഹൃത്തോ നിങ്ങളുടെ സഹോദരനോ സഹോദരിയോ വിശ്വസിക്കരുത് എന്നുള്ളതല്ല. ഇവിടെ പറയാനുള്ള ഒരു കാര്യം, നിങ്ങൾ വിശ്വസിക്കേണ്ട രീതിയിൽ വിശ്വസിക്കുക. പക്ഷെ ചില കാര്യങ്ങൾക്ക് ചില നിയമവശങ്ങൾ കൂടിയുണ്ട്. ഇപ്പോൾ നമ്മൾ പറയും ATM കാർഡിന്റെ പിൻ ആർക്കും കൊടുക്കരുത്, പിന്നെ നിങ്ങളുടെ മാത്രം, അതായത് ഇവൻ ബാങ്കിൽ പോലും അത് അറിയാൻ പാടില്ലാത്ത സിറ്റുവേഷൻ. അപ്പോൾ നിങ്ങൾ അത് നിങ്ങളുടെ സ്വന്തം സഹോദരനോ ഭാര്യയോ ഭർത്താവോ അച്ഛനോ അമ്മയോ ആരായാലും നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ വളരെ അടുത്ത സുഹൃത്ത്, ഇപ്പൊ പലപ്പോഴും പല ആളുകൾ കണ്ടിട്ടുണ്ട് സുഹൃത്തുക്കൾക്ക് കൊടുത്തിട്ട് അവർ പൈസ എടുത്ത് വരുന്ന സൗഹൃദം എന്നുള്ളത്. സൗഹൃദത്തിന്റെ അപ്പുറത്തേക്ക് നിയമം എന്നുണ്ട് എന്നുള്ള രീതിയിൽ ചിന്തിക്കാം. കാരണം എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ വരുമ്പോൾ എന്താണ് സംഭവിച്ചത് എന്ന് പറഞ്ഞാൽ പിന്നീട് അത് മറ്റൊരാൾക്ക് നിങ്ങൾ കൊടുക്കുകയും അല്ലെങ്കിൽ മറ്റൊരാൾ നിങ്ങളുടെ പിൻ മനസ്സിലാക്കി അവർക്കറിയാമെന്നുള്ളൊരു സിറ്റുവേഷനിലേക്ക് വരുമ്പോൾ നിങ്ങൾ വീണ്ടും ചില കാര്യങ്ങൾ നിയമക്കുരുക്കുകളിലേക്ക് പോയേക്കാം. അപ്പോൾ വ്യക്തമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട രീതിയിൽ കാര്യങ്ങൾ ചെയ്യുക. ഇവിടെ ചില സിറ്റുവേഷനിൽ നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി സൈൻ ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ മറ്റൊരാളുടെ സൈൻ നിങ്ങൾ ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ സൈൻ മറ്റൊരാൾ ഇട്ട് കൊടുക്കാം. ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പൊ ഇങ്ങനത്തെ ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ വളരെയധികം നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. നിയമത്തെ പാലിക്കാതിരിക്കുന്ന സിറ്റുവേഷന് പ്രത്യേകിച്ച് ബാങ്കുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള സൈൻ ഇടുന്ന സ്ഥലങ്ങളും കാര്യങ്ങളും നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇവിടെ അങ്ങനെ ഒരു സിറ്റുവേഷൻ കാണിക്കുന്നുള്ളത് കൊണ്ട് എടുത്ത് പറയുകയാണ്. സമയമില്ലാത്തതുകൊണ്ടോ പെട്ടെന്ന് ധൃതിയുടെ പേരിലോ ഒക്കെ ചെയ്യാൻ സാധ്യതയുണ്ട്. അങ്ങനത്തെ സിറ്റുവേഷനാണ്. അപ്പോൾ പ്രത്യേകം ധൃതിയുടെ പുറത്തൊരു കാര്യവും പെട്ടെന്ന് നോക്കാതെ ഒപ്പിട്ട് കൊടുക്കരുത് എന്നുള്ളത് എടുത്ത് പറയുന്നു. ഇത് നിങ്ങൾക്ക് ചിലപ്പോൾ ആ പറയുന്ന വ്യക്തി ഒന്നും നിങ്ങളെ, ഒരുപക്ഷെ നിങ്ങൾ ആരെങ്കിലും പൈസ ഏൽപ്പിക്കുന്നുണ്ടാവും, അവർക്ക് തിരക്കാവുമ്പോൾ അവർക്ക് വിശ്വാസമുള്ള വേറെ ആരെങ്കിലും ഏൽപ്പിക്കുന്നുണ്ടാവും. ചിലപ്പോൾ ആ വ്യക്തിയെ വിശ്വസിക്കാൻ പറ്റില്ലാത്തതായിരിക്കും. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ട്. അപ്പൊ അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക എന്നുള്ളത് എടുത്തു പറയുന്നു. ഇവിടെ സിട്രസ് എനർജിയാണ്. സിട്രസ് എനർജി നമുക്കറിയാം
നമ്മളുടെ പേഗൻ റിലേറ്റഡ് ആയിട്ടുള്ളത് സിട്രസിന് വളരെ പ്രാധാന്യമുണ്ട്. ഇപ്പൊ നമ്മുടെ നാട്ടില് നാടൻ രീതിക്ക് അനുസരിച്ചിട്ട് മുളകും ചെറുനാരങ്ങയും ചേർത്തിട്ട് വീടിന്റെ മുമ്പിൽ ഉപ്പും ഇതായിട്ട് വീടിന്റെ മുമ്പിൽ കണ്ണ് കിട്ടാത്ത ഇതിൽ ഒരു രീതിയുണ്ട് വീടിന്റെ മുമ്പിൽ തൂക്കിയിടുന്നത്. അതേപോലെ തന്നെയാണ് നമ്മൾ പേഗൻ കൾച്ചറിലും ഒത്തിരി സ്പെൽസും റിച്വൽസും ഒക്കെ ചെയ്യുന്നതാണ് ചെറുനാരങ്ങ. അതായത് നമ്മളിലേക്ക് ദോഷങ്ങളൊന്നും വരാനായിട്ട്. ചില ആളുകൾ അതൊരു നെഗറ്റീവ് രീതിയിലാണ് കാണുന്നത്. പലപ്പോഴും സ്പെൽസ് എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ ദ്രോഹിക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുന്നവരും ഉണ്ട്, ഇല്ല എന്നുള്ളതല്ല. ഒരിക്കലും നമ്മളിപ്പോ മന്ത്രവാദം എന്നുള്ള രീതിയിൽ പറയുന്ന പോലെ തന്നെ ഒരിക്കലും മറ്റൊരാളെ ദ്രോഹിക്കാൻ വേണ്ടിയിട്ട് ഒരു കാര്യം ചെയ്യാതിരിക്കുക. അവനോൻ ചെയ്യുന്നത് അവനോന്റെ ജീവിതത്തിലെ സംതൃപ്തിക്ക് വേണ്ടിയിട്ട് മാത്രമുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിൽ നല്ല ഒരു കർമ്മയാണുള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഇവിടെ എടുത്തു പറയുന്നത് മറ്റൊരാൾ പറയുന്നതിനനുസരിച്ചിട്ടോ കേട്ടിട്ടോ നിന്നിട്ടോ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോകാതിരിക്കുക എന്നുള്ളൊരു കാര്യം കൂടിയാണ് എടുത്തു പറയുന്നത്. ഇവിടെ ഇത് സൂചിപ്പിക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ ചിലപ്പോൾ ഒരാൾ വന്നിട്ട് എവിടെയെങ്കിലും പണം നിക്ഷേപിക്കുന്ന കാര്യമായിരിക്കാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ മറ്റൊരാള് ഈ പണം ഇരട്ടിപ്പോ അതുപോലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട്, അതായത് നമുക്ക് അർഹിക്കാത്ത കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ലഭിക്കാൻ വേണ്ടിയിട്ട് ഊടുവഴികളൊക്കെ നോക്കുക, കുറുക്കു വഴികൾ നോക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ദയവായിട്ട് ചെയ്യാതിരിക്കുക. കാരണം അത് നിങ്ങളെ ആപത്തിൽ കൊണ്ടുവന്ന് ചാടിക്കാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ നിങ്ങളത് പ്രത്യേകം ശ്രദ്ധിക്കുക എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്. അപ്പോൾ ഈ ഒരു എനർജി, ലെമൺ എനർജി എന്ന് പറയുന്നത് അല്ലെങ്കിൽ സിട്രസ് എനർജി എന്ന് പറയുന്നത് പല കാര്യങ്ങളിലും പലപ്പോഴും നമ്മുടെ തന്നെ മനസ്സിൽ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത പല കാര്യങ്ങളും നമ്മളെ എന്തുകൊണ്ടാണ് നമ്മൾ ജീവിതത്തിൽ മുന്നേറാൻ പറ്റാത്തത് എന്നുള്ളൊരു സിറ്റുവേഷൻ, ചിലപ്പോൾ ചില ആളുകൾ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുന്നത് എന്തുകൊണ്ട് എനിക്ക് മുന്നേറാൻ പറ്റുന്നില്ല എന്നുള്ളൊരു ചിന്ത നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ഒരു ചിന്ത വരുമ്പോൾ ചില ആളുകൾ നിങ്ങളെ സമീപിച്ചേക്കാം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇത് ചെയ്താൽ മതി അല്ലെങ്കിൽ അത് ചെയ്താൽ മതി എന്നുള്ളൊരു സിറ്റുവേഷനിലേക്ക് വരുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങളുടെ ഉള്ളിൽ അതിനനുസരിച്ചിട്ടുള്ള ഒരു കഴിവുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ ഉള്ളിലുള്ള ഒരു കഴിവ് എന്താണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾ എന്തുകൊണ്ടാണ് ഒന്ന് ഡൗൺ ആയി പോയത് എന്നുള്ളത് മനസ്സിലാക്കുക. ചില കാര്യങ്ങൾ നമുക്ക് ലഭിക്കാനുള്ളതല്ലാത്തത് കൊണ്ടായിരിക്കാം നമുക്ക് ലഭിക്കാത്തത്. അതിനേക്കാൾ മികച്ചതൊന്നും നമ്മളെ തേടി വരുന്നത് കൊണ്ടായിരിക്കാം. പലപ്പോഴും നമ്മൾ കാര്യങ്ങളിലേക്ക് ഡോണ്ട് ജമ്പ് ഇൻ ടു കൺക്ലൂഷൻ, അതായത് എടുത്തു ചാടി കാര്യങ്ങളൊന്നും തീരുമാനിച്ചത് ഇങ്ങനെ ആവും എന്നങ്ങ് തീരുമാനിച്ച് മുന്നോട്ടേക്ക് പോകാതിരിക്കുക. മറിച്ച് നമ്മൾ ആലോചിച്ച് ചില കാര്യങ്ങൾക്കൊന്ന് നമ്മൾ ഔട്ട് ഓഫ് കൺട്രോൾ ആയിട്ട് പോവാതിരിക്കുക. ചില കാര്യങ്ങൾ സമയമെടുക്കും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അതേപോലെ തന്നെ എടുത്തു പറയാനുള്ള മറ്റൊരു കാര്യം, നിങ്ങൾക്ക് ആ ഒരു വല്ലാർപാടത്തമ്മയുടെ അനുഗ്രഹം അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്ന ആ ദൈവത്തിന്റെ അനുഗ്രഹം ഉണ്ട് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. ആ ഒരു അനുഗ്രഹം നിങ്ങളിലേക്ക് വരുന്ന എങ്ങനെയാണോ ആ ഒരു ലെമൺ നിങ്ങളിലേക്ക് വരുന്ന നെഗറ്റീവ് എനർജിയെ വാർഡ് ഓഫ് ചെയ്യുന്ന, അല്ലെങ്കിൽ നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് അത് ഉപയോഗിക്കുന്നത്, അതുപോലെ തന്നെ നിങ്ങളിലേക്ക് വരുന്ന നെഗറ്റീവ് എനർജീസിൽ നിന്നൊക്കെ നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യുന്ന നിങ്ങളുടെ ആ ഒരു ദൈവികത അല്ലെങ്കിൽ നിങ്ങളിലേക്കുള്ള ആ ഒരു ദൈവിക സാന്നിധ്യമാണ് എന്നുള്ളത് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നെക്സ്റ്റ് വന്നിട്ട് ബട്ടർ കപ്പ് എനർജിയാണ്. ഈ ഒരു എനർജി ബട്ടർ കപ്പ് എനർജി എന്ന് പറയുമ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മളില് പല ആളുകളും നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ നമ്മൾ എന്തുകൊണ്ടാണ് നമ്മൾ മുന്നോട്ടേക്ക് പോകാത്തത്, നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് എടുക്കേണ്ടത് നമ്മൾ പുറകോട്ടേക്കാണ് പോകുന്നത് എന്നുള്ളൊരു സിറ്റുവേഷൻ ഉണ്ട്. അപ്പൊ ഇത് സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ സിറ്റുവേഷൻ വീണ്ടും എന്താണെന്ന് ഒന്ന് പുനർചിന്തനം നടത്തി നോക്കുക. ചില സമയങ്ങളിൽ നമ്മളൊന്ന് പേഷ്യന്റ് ആയിട്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കും. അപ്പൊ നമ്മളൊന്ന് ലെറ്റ് തിങ്സ് ഹാപ്പൻ ഇൻ ദെയർ ഓൺ ടൈം. അത് തന്നെയാണ് നേരത്തെ എനർജിയും പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ കാരണം ഇവിടെ വളരെയധികം നിങ്ങൾ ഫ്രസ്ട്രേറ്റഡ് ആവുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്, കാര്യമൊന്നും മുന്നോട്ടേക്ക് പോകുന്നില്ല. അപ്പോൾ ഉടനെ നിങ്ങൾ ആരുടെ അടുത്തെങ്കിലും പോയി ചോദിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും അസ്ട്രോളജറിയോ ടാരോ റീഡറോ ആരെങ്കിലും കാണുന്നുണ്ട്, എന്തുകൊണ്ട് മുമ്പോട്ടേക്ക് പോകുന്നില്ല, അപ്പൊ അവര് വേറെ എന്തെങ്കിലും പറയുന്നുണ്ടാവും. പക്ഷെ കാര്യങ്ങൾ റെമഡീസ് വേണ്ടുന്ന സമയം എന്താണ്, എപ്പോഴാണെന്ന് മനസ്സിലാക്കി കൊടുക്കേണ്ടുന്ന ഒരു സിറ്റുവേഷനാണ്. ചില സമയങ്ങളിൽ നിങ്ങൾക്ക് അവിടെ സ്റ്റക്കായിരിക്കുന്നതല്ല, ഒന്ന് സ്ലോ ഡൗൺ ചെയ്തതാണ്, ഒന്ന് പതുക്കെ. നമ്മൾ എപ്പോഴും ധൃതി പിടിച്ച് ഓടേണ്ട ആവശ്യമില്ല. ഒന്ന് പതുക്കെ പോകുന്നത് നമ്മളുടെ ആ സമയത്ത് ആരോഗ്യത്തിനും മറ്റും നല്ലതായിരിക്കും, അല്ലെങ്കിൽ നമുക്ക് നല്ലതായിരിക്കും. കാരണം ഒന്ന് പതുക്കെ പോയാലാണ് മുന്നോട്ടേക്ക് വരുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നുണ്ടാവുള്ളൂ. പല കാരണങ്ങൾ കൊണ്ട് ആ പ്രപഞ്ച ശക്തി ഒന്ന് സ്ലോ ഡൗൺ ചെയ്തതായിരിക്കും. നമ്മൾ പക്ഷെ അതിനെ ധൃതി പിടിച്ചു കഴിഞ്ഞാൽ
എന്താ പറയാ, ധൃതി പിടിച്ച് ടെൻഷൻ അടിച്ച് വണ്ടി ഓടിക്കുമ്പോൾ ആക്സിഡന്റ് ആവുന്ന പോലെ സിറ്റുവേഷൻസ് നെഗറ്റീവായിട്ട് ഭവിച്ചേക്കാം എന്നുള്ളതാണ് ഡാൻഡിലിയോൺ എനർജിയാണ്. ഏതൊക്കെ സിറ്റുവേഷൻസും എന്തിനേയും അതിജീവിച്ചിട്ട് ഏതൊരു സാഹചര്യത്തിലാണെങ്കിലും അത് അതിന്റെ ആ ഒരു ഡാൻഡിലിയോൺ പുറത്തേക്ക് വരുന്നത് പോലെ തന്നെ നിങ്ങൾ ഏതൊരു സിറ്റുവേഷൻ അതിന് വളരേണ്ടുന്ന സാഹചര്യത്തിൽ അത് വളരുക തന്നെ ചെയ്യും. പക്ഷെ അതേസമയം വിട്ടുകളയേണ്ട കാര്യങ്ങൾ വിട്ടുകളയുകയും ചെയ്യുന്ന എനർജിയാണ്. ഡാൻഡിലിയോൺ എന്ന് പറയുന്ന ഒരു കിളയാണ്, അതായത് വീടാണ്. അതൊരു പുല്ല് എന്നൊക്കെ നമ്മൾ പറയുന്നത് വെറുതെ ഉണ്ടാകുന്ന ഇതാണ് ഇവിടത്തെ രാജ്യങ്ങളിലൊക്കെ പറയുന്നത്. അപ്പൊ അതെന്ന് പറഞ്ഞാൽ ഏത് സിറ്റുവേഷനിലും അതിജീവിച്ച് അത് വളർന്നു വരും. നല്ല ഭംഗിയുള്ള പൂക്കളായിട്ട് സുന്ദരമായിട്ട് ജീവിതം ആസ്വദിച്ചു നിൽക്കും. അതേസമയം തന്നെ അത് കഴിയുമ്പോൾ അതിന്റെ എനർജി എങ്ങനെയാണത്, അതിന് വേണ്ടാത്തത്, അതിന്റെ വിത്ത് അത് കാറ്റിൽ പറത്തിയാണ്, വിൻഡിലൂടെയാണ് അത് മറ്റിടങ്ങളിലേക്ക് പോകുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണ്ടാത്തത് എന്താണോ ജീവിതത്തിൽ ഒരു കാലഘട്ടം കഴിയുമ്പോൾ എല്ലാത്തിനും ഒരു പരിധിയുണ്ട്, എല്ലാത്തിനും ഒരു പര്യവസാനമുണ്ട്. നശ്വരമായിട്ടുള്ളതായിട്ട് ഉള്ളതാണ് എല്ലാം. അനശ്വരമായിട്ട് ഒരിക്കലും എന്നേക്കും ഒന്നും നിൽക്കില്ല. അതുപോലെ എല്ലാം നശിച്ചു പോവേണ്ടതാണ്. ആ ഒരു സിറ്റുവേഷൻ ആകുമ്പോൾ, ആ ഒരു സമയമാകുമ്പോൾ അത് ലെറ്റ് ഗോ ചെയ്യുന്ന പോലെ തന്നെ വിട്ടുകളയേണ്ട സമയത്ത് നിങ്ങൾ വിട്ടുകളയാതിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തന്നെയായിരിക്കും അത് ദോഷം. വിട്ടുകളയേണ്ട സമയത്ത് കാര്യങ്ങൾ വിട്ടുകളയുക എന്നുള്ളൊരു മെസ്സേജാണ്. വളരേണ്ട സമയത്ത് വളരുകയും ഒന്ന് സ്ലോ ഡൗൺ ചെയ്യേണ്ട സമയത്ത് സ്ലോ ഡൗൺ ചെയ്യുകയും ചെയ്യുക എന്നുള്ളൊരു മെസ്സേജാണ് ഇതിവിടെ നിങ്ങൾക്ക് തരുന്നത്. മഷ്റൂം എനർജിയാണ്. ഈ ഒരു എനർജി നമ്മൾ പലപ്പോഴും അറിയാം, മഷ്റൂം അത് അങ്ങനെ വിത്തൊക്കെ ഇട്ട് പാകി വളർത്തിക്കൊണ്ടുവരേണ്ടുന്ന കാര്യമില്ല. അത് തന്നെ അത് എവിടെ നിന്നെങ്കിലും ഒക്കെ പൊട്ടിമുളയ്ക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. പക്ഷെ അങ്ങനെ എവിടെ നിന്നെങ്കിലും പൊട്ടിമുളയ്ക്കുന്നതല്ല, അത് അതിന്റെ സ്പോർട്സ് എവിടെയെങ്കിലുമൊക്കെ കാണും. അങ്ങനെ പെട്ടെന്ന് ചുമ്മാ പൊട്ടിമുളയ്ക്കുന്നതല്ല. പക്ഷെ നമുക്ക് ഒരിക്കലും അത് കാണാൻ പറ്റില്ല. എവിടെ എവിടെയാണ് മഷ്റൂം പൊട്ടിമുളച്ചു എന്ന്, എന്തുകൊണ്ടാണ് അവിടെ വരുന്നത്, അല്ലെങ്കിൽ എവിടെ നിന്നാണ് അതിന്റെ സ്പോർട്സ് എവിടെയെങ്കിലുമൊക്കെ കാണും. പക്ഷെ നമ്മൾക്കത് കാണാൻ കഴിയില്ല. അതുപോലെ ആയിരിക്കണം നിങ്ങളുടെ വളർച്ച. ആരും അറിയാതെ വളരുക എന്നുള്ളതാണ്. മറ്റുള്ളവരോട് പറയരുത് ഇതൊക്കെയാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്, ഞാൻ ഇങ്ങനെയൊക്കെ പോയിട്ട് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്ത് ഇങ്ങനെ, ആ ഒരു രീതിയിലേക്ക് പറയാതിരിക്കുക. നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിങ്ങളുടെ മനസ്സിനുള്ളിൽ തന്നെ വയ്ക്കുകയാണ് എങ്കിൽ, ആ ആഗ്രഹങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ആരും അറിയാതെ പ്രവർത്തിക്കുകയാണ് എങ്കിൽ നിങ്ങൾ ആ ഒരു വിജയത്തിലേക്ക്, നിങ്ങൾ ആഗ്രഹിച്ച ലെവലിലേക്ക് നിങ്ങൾ എത്തിച്ചേരുന്നു എന്നുള്ളത് കൂടിയിട്ടാണ് സൂചിപ്പിക്കുന്നത്. സോ ആ ഒരു എനർജിയാണ് ഇവിടെ കാണിക്കുന്നത്. അതേപോലെ തന്നെ പലപ്പോഴും ഈ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ, ചില സിറ്റുവേഷൻസിൽ നമ്മൾ പറയുകയാണെങ്കിൽ ഈ മഷ്റൂമിന്റെ നമ്മൾ തിരിച്ചറിയില്ല, പോയിസണസ് ആയിട്ടുള്ള മഷ്റൂമും അല്ലാത്തതും. അത് തിരിച്ചറിയാൻ അത് വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ ഈ ഒരു സ്പൂൺ എനർജി, ആ സ്പൂണിന് വളരെയധികം പ്രാധാന്യമുണ്ട്. ചില സാഹചര്യങ്ങൾ നമ്മൾ പറയും അത് ഇതായിട്ട് കഴിയുമ്പോൾ അതിന്റെ നിറം, സ്പൂൺ ഇട്ട് കഴിയുമ്പോൾ സ്പൂണിന്റെ നിറം മാറും. അപ്പോൾ അത് പോയിസൺസ് ആണോ എന്ന് തിരിച്ചറിയാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ. അതുപോലെ തന്നെ ഏതൊരു സാഹചര്യത്തിലാണെങ്കിലും എങ്ങനത്തെ എനർജി ആണെങ്കിലും ചില കാര്യങ്ങൾ നമുക്ക് സ്വയം കണ്ടെത്താനും തിരിച്ചറിയാനുമായിട്ടുള്ള ഒരു കഴിവ് നിങ്ങൾക്കുണ്ട്. നിങ്ങളാണ് തിരഞ്ഞെടുക്കേണ്ടത് എന്നുള്ളതാണ്. കാരണം ഇത് തിരഞ്ഞെടുക്കേണ്ടുന്ന അനിവാര്യത, ഇപ്പോഴത്തെ സമയം എന്ന് പറയുന്നത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വ്യക്തമായിട്ടുള്ള ഒരു തീരുമാനം എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ പലപ്പോഴും നിങ്ങൾ ചില സിറ്റുവേഷൻ നമ്മൾ സ്റ്റക്ക് ആയിരിക്കും. ഇപ്പൊ വീണ്ടും നമ്മൾ തെറ്റുകൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ വ്യക്തമായിട്ടുള്ള തീരുമാനം ഇത്തവണ നിങ്ങൾ എടുക്കുക. ആ ഒരു തീരുമാനം ഒരിക്കലും മറ്റുള്ളവരെ ആശ്രയിച്ചോ മറ്റുള്ളവരുടെ ചിന്തകൾക്കോ ആയിരിക്കരുത്. മറിച്ച് കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ തീരുമാനത്തിലേക്ക് എത്താൻ എന്നുള്ളൊരു മെസ്സേജ് കൂടിയിട്ടാണ് ഇതിവിടെ തരുന്നത്. അതോടൊപ്പം തന്നെ നെക്സ്റ്റ് വന്നിട്ട് എസ്ഫോഡൽ എനർജിയാണ്. അപ്പോൾ ഈ ഒരു എനർജി, എസ്ഫോഡൽ എനർജി നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ ലൈഫിൽ നമ്മളിപ്പോ ഏത് കാര്യത്തിലാണോ നമ്മൾ, ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നിങ്ങളിപ്പോ അടുത്തിടയ്ക്ക് നിങ്ങൾ വളരെ നൊസ്റ്റാൾജിയ, നിങ്ങളുടെ ഉള്ളിൽ നിങ്ങളുടെ ഓർമ്മകൾ, നിങ്ങളുടെ ചിന്തകൾ, അത് വളരെയധികം നിങ്ങളെ പുറകോട്ടേക്ക് നയിക്കുന്നുണ്ട്. നിങ്ങൾ പാസ്റ്റിലാണ് ഇപ്പോൾ ജീവിക്കുന്നത് എന്നുള്ളൊരു മെസ്സേജാണ് ഇതിവിടെ സൂചിപ്പിക്കുന്നത്. അതേപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കള് നിങ്ങളുടെ പഴയ ജീവിതം നിങ്ങൾ റീക്രിയേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്ന ഒരു സിറ്റുവേഷൻ കാണിക്കുന്നുണ്ട്.
എങ്ങനെയാണ് നിങ്ങൾ, കാരണം നിങ്ങൾ എവിടെയൊന്നും ലോസ്റ്റ് ആയി പോയിട്ടുണ്ട്, എങ്ങനെയാണ് നിങ്ങൾ ജീവിതത്തിൽ മുന്നോട്ടേക്ക് പോകേണ്ടത് എന്നുള്ളത് നിങ്ങൾക്കറിയില്ല. നിങ്ങളിപ്പോൾ പഴയ കാര്യങ്ങൾ അന്നൊക്കെ അങ്ങനെയായിരുന്നു, ആ ഒരു സമയത്ത് ഞാൻ വളരെ കോൺഫിഡന്റ് ആയിരുന്നു, ഇപ്പോൾ എന്റെ കോൺഫിഡൻസ് ഒക്കെ നശിച്ചുപോയി എന്ന് പഴി പറയുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ഇനിയും നിങ്ങൾക്കത് വീണ്ടെടുക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അത് നിങ്ങൾ സ്വയം മനസ്സിലാക്കിയിട്ട് വീണ്ടെടുക്കുക എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. ആ ഒരു എനർജിയാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് പറയാനുള്ളത്. അതേപോലെ തന്നെ ഓൾട്ടേൺ എനർജി നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ, നമ്മളെ വിശ്വസിച്ച് ഒരാളുടെ അടുത്തൊരു കാര്യം പറഞ്ഞാൽ എത്ര വിശ്വസ്തനാണെന്ന് വിചാരിച്ച് പറയുന്ന വ്യക്തി അത് മറ്റുള്ളവരുടെ അടുത്ത് പാടി നടക്കുന്ന ഒരു സാഹചര്യമാണ് സൂചിപ്പിക്കുന്നത്. അപ്പൊ ഇവിടെ പറയാനുള്ള ഇത്രയേ ഉള്ളൂ, നിങ്ങൾ എത്ര വിശ്വസ്തരാണെങ്കിലും എത്ര അടുപ്പമുള്ള ആളുകളാണെങ്കിലും നമ്മൾ വലിയ വലിയ തീരുമാനങ്ങളൊന്നും ആരുടെ അടുത്തും പറയാതിരിക്കാൻ നിങ്ങൾ ചെയ്യേണ്ട പ്രവൃത്തി നിങ്ങൾ കൃത്യമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ അതിന് മറ്റുള്ളവരുടെ അടുത്തൊന്നും പറയാതെ തന്നെ കാര്യങ്ങൾ നിങ്ങൾ ചെയ്ത് പൂർത്തിയാക്കിയിട്ട് പറഞ്ഞാൽ മതി. കാരണം അല്ലാത്ത പക്ഷം തീർച്ചയായിട്ടും നിങ്ങൾ എത്ര വിശ്വസിച്ച് പറയുന്ന ഒരു വ്യക്തിയാണെങ്കിലും എങ്ങനെയെങ്കിലും അത് പുറത്തറിയുന്നുണ്ട്. അപ്പൊ അതിന് ഭേദം നിങ്ങൾ പറയാതിരിക്കുക എന്നുള്ളൊരു മെസ്സേജ് കൂടിയിട്ടാണ് ഇവിടെ പറയാനുള്ളത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ താഴെ ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യാം, എങ്കിൽ മാത്രമേ മുന്നോട്ടേക്കുള്ള വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഈ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും ബിഗ് താങ്ക് യു. നമുക്ക് പൈൽ നമ്പർ 3യിലേക്ക് കിടക്കാം. പൈൽ നമ്പർ 3 നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള മെസ്സേജസ് എന്താണ് എന്ന് നമുക്ക് നോക്കാം. സോ ലെറ്റ്സ് സീ പൈൽ നമ്പർ 3. ഓക്കെ, പൈൽ നമ്പർ 3 നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള മെസ്സേജസ് എന്താണ് എന്ന് നമുക്ക് നോക്കാം. പൈൽ നമ്പർ 3 വല്ലാതാടത്തമ്മ നിങ്ങൾക്ക് നൽകുന്ന സന്ദേശം പൈൽ നമ്പർ 3 എന്താണ് എന്ന് നമുക്ക് നോക്കാം. Chamomile energy, oleander, blackthorn, sickle, അരിവാളാണ്, മൂൺവേർഡ്, ആൻഡ് നെക്സ്റ്റ് വന്നിട്ട് ഹെൻബെയിൻ. ആൻഡ് നിങ്ങളുടെ മെയിൻ തീം വന്നിട്ടിരിക്കുന്നത് ബ്ലൂ ബെല്ലാണ്. ഓക്കെ, അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം കർമ്മയാണ് വന്നിരിക്കുന്നത്. അതായത് കർമ്മ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ കർമ്മം എന്താണോ അത് ചെയ്യുക, ഫലം ഇച്ഛിക്കാതെ കർമ്മം ചെയ്യുക എന്ന് നമ്മൾ പറയും. അപ്പോൾ പലപ്പോഴും പലരും അതിനെ ഇപ്പൊ നമ്മൾ പല കാര്യങ്ങളും ഇപ്പം ഒത്തിരി പേര് വേദങ്ങളും അല്ലെങ്കിൽ ഉപനിഷത്തുകളോ അല്ലെങ്കിൽ സംസ്കൃത ശ്ലോകങ്ങളൊക്കെ വെച്ചിട്ട് പല കാര്യങ്ങൾ പറയാറുണ്ട്. ഇന്ന കാര്യങ്ങളിൽ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, ഇങ്ങനെയാണ് അതിനർത്ഥം ഇങ്ങനെയാണ് എന്നുള്ളത്. ഒരിക്കലും പ്രത്യേകിച്ചെടുത്ത് പറയുകയാണെങ്കിൽ സംസ്കൃത ശ്ലോകങ്ങളോ അല്ലെങ്കിൽ സംസ്കൃത പല അധ്യായങ്ങളോ ഒക്കെ പലരും പറയുന്ന കാര്യങ്ങൾ അതിന് പൂർണ്ണമായിട്ടുള്ള ഒരു അർത്ഥം ഒരിക്കലും മനസ്സിലാക്കാതെയാണ് പറയുന്നത്. അതുപോലെ തന്നെ ഫലം ഇച്ഛിക്കാതെ കർമ്മം ചെയ്യുക എന്ന് പറഞ്ഞാൽ ഫലം ആഗ്രഹിക്കാണ്ട് കർമ്മം ചെയ്യുക എന്നുള്ള ലിറ്ററൽ മീനിങ്ങിലാണ് പലരും എടുക്കുക. ഫലം ആഗ്രഹിക്കാണ്ട് എന്നുള്ളത് അതിന്റെ അർത്ഥം അങ്ങനെയല്ല, മറിച്ച് അതിന്റെ ഫലം എങ്ങനെയാണ് എന്നുള്ളത് ചിന്തിച്ച് ആ ചെയ്യുന്ന പ്രവൃത്തിയോട് നീതി പാലിക്കാതെ മറിച്ച് ആ ഒരു പ്രവൃത്തി ചെയ്യുന്നതിന് ഒരേ ഒരു കാരണം അതിന്റെ ഫലം ഇതായിരിക്കും എന്നുള്ളൊരു ചിന്തയിലായിരിക്കും. അതായത് ഫലത്തോടുള്ള അതിന്റെ റിസൾട്ടിനോടുള്ള ആഗ്രഹം തീവ്രമായിട്ടുള്ള ഒരു ഭയങ്കരമായിട്ടുള്ള അതിനോടുള്ള ആഗ്രഹം കൊണ്ട് മാത്രം ജോലി ചെയ്യുമ്പോൾ എങ്ങനെയെങ്കിലും ആ ഒരു ഇതിലെത്തിയാൽ മതി എന്നുള്ള രീതിയിൽ കാര്യങ്ങൾ ചെയ്യാതെ ചെയ്യുന്ന കർമ്മം ഈ ഒരു കർമ്മം ചെയ്താൽ ഇതിലേക്ക് എത്തും. ഓക്കെ, ആ ഒരു സമയത്ത് കർമ്മം ചെയ്യുമ്പോൾ പക്ഷെ കർമ്മത്തെക്കുറിച്ച് മാത്രം ചിന്തിക്കുക, അതിലേക്ക് എത്തുമെന്ന് നിങ്ങൾക്ക് എന്തായാലും അറിയാം. പക്ഷെ അങ്ങനെ ചിന്തിച്ചിട്ട് കർമ്മം ചെയ്യുമ്പോഴാണ് യഥാർത്ഥമായിട്ട് നിങ്ങൾ ആഗ്രഹിച്ച രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കാൻ പറ്റുന്നത് എന്നുള്ള രീതിയിലാണ് അത് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾക്ക് ഹിമമൈൽ എനർജിയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു എനർജി എന്ന് പറഞ്ഞാൽ നമ്മൾ പലപ്പോഴും നമ്മൾക്ക് ഇഷ്ടമുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ നീട്ടി വെച്ചിട്ട് നമ്മൾ പലപ്പോഴും ഇഷ്ടമുള്ള കാര്യങ്ങൾ നീട്ടി വെച്ചിട്ടെന്ന് പറയുമ്പോൾ ഇപ്പോൾ ജോലിയുള്ളൊരു വ്യക്തിയാണെങ്കിൽ ചിലപ്പോൾ ജോലിയുടെ ഭാഗമായിട്ട് ഒത്തിരി കാര്യങ്ങൾ ചെയ്യും, തിരിച്ച് വീട്ടിൽ വന്നാൽ പിന്നെ ഒന്നിനും സമയം ഉണ്ടാവില്ല. പലപ്പോഴും പലരും കുടുംബത്തിന് വേണ്ടി സമയം ചെലവഴിക്കുന്നില്ല, അവനവന്റെ ഇഷ്ടത്തിന് വേണ്ടി സമയം ചെലവഴിക്കുന്നില്ല. അപ്പോൾ ഇന്ന് നിങ്ങൾ ഇത് കേൾക്കുന്ന സമയത്ത് ചെയ്യേണ്ടുന്ന കാര്യം,
നിങ്ങൾക്ക് ഇപ്പോൾ ജോലിയുള്ള ആളാണെങ്കിലും അല്ലാത്ത ആളാണെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു കാര്യം നിങ്ങൾ ഇന്ന് ചെയ്യാതെ ഉറപ്പിച്ച് തീരുമാനിക്കുക. നിങ്ങൾ കമന്റിൽ പറയുക നിങ്ങൾക്ക് ഇഷ്ടമുള്ള കുറേ നാളായിട്ട് നിങ്ങൾ ചെയ്യാത്തൊരു കാര്യം. വലിയ കാര്യമൊന്നും ആയിരിക്കണം എന്നില്ല. ഇപ്പോൾ നാട്ടിൽ മഴയുള്ള സമയമാണെങ്കിൽ മഴ പെയ്യുമ്പോൾ ഒരു കട്ടൻ ചായയും പരിപ്പോടെയും അത് കുറെ നാളുകളായിട്ട് നിങ്ങൾ കഴിച്ചിട്ടില്ലെങ്കിൽ അത് മഴ കണ്ടുകൊണ്ടിരുന്ന് കഴിക്കുക. കുറച്ചു നേരം ഉമ്മർത്ത് പോയിരുന്ന് കഴിക്കുന്നതോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു കാർട്ടൂൺ ചിലപ്പോൾ നിങ്ങൾ കുറെ നാളായിട്ട് കണ്ടിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ചെയ്യാൻ ആയിട്ട് നിങ്ങൾ ശ്രമിക്കുക. അത് വലിയ കാര്യമൊന്നും ആവണമെന്നില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ എടുത്തു പോയത്. കാരണം നിങ്ങൾക്ക് ആഗ്രഹമുള്ള കാര്യം ചെയ്യാന്ന് പറയുമ്പോൾ ചില ആളുകൾ ചിന്തിക്കുക എനിക്ക് ഇന്ന കാറ് വാങ്ങിക്കാൻ ആഗ്രഹമുണ്ട്, അപ്പൊ നാളെ പോയിട്ട് അത് വാങ്ങിക്കാം എന്നുള്ളതല്ല. സിമ്പിളായിട്ട് നമ്മൾ എപ്പോഴും വലിയ വലിയ കാര്യങ്ങൾ നടക്കുന്നത് പോലെ അല്ല, സിമ്പിളായിട്ടുള്ള കൊച്ചു കൊച്ചു കാര്യങ്ങൾ നമുക്ക് ഒത്തിരി സന്തോഷം തരുന്ന കാര്യങ്ങളുണ്ട്. ചിലപ്പോൾ ഇഷ്ടമുള്ളൊരു പാട്ട് കേട്ടിരിക്കുമ്പോൾ ഒരു പ്രത്യേക സന്തോഷം ഉണ്ടാവും. അപ്പോൾ അതുപോലെയുള്ള കാര്യങ്ങൾ നമ്മൾ ഇന്ന് നിങ്ങളിത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണ് ഫീൽ ചെയ്യുന്നത്, ഇന്നോ അതോ നാളെയോ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഈ ഒരു കാര്യം നിങ്ങൾ എന്താണ് എന്നുള്ളത് കമന്റിൽ പറയുക. അതേപോലെ നിങ്ങൾ ചെയ്യുകയും ചെയ്യാട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ എന്തായാലും ഞാൻ എന്തായാലും ഒരു ക്യാമോമൈൽ ടീ കുടിക്കാമെന്ന് തീരുമാനിച്ചു നാളെ. ഓക്കെ, നിങ്ങൾ എന്താണ് ചെയ്യുന്നതെന്ന് പറയാം. ഇനി ഒലിയാൻഡർ ആണ് നമ്മൾ, ഒലിയാൻഡർ എനർജി. സോ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു എനർജി എന്ന് പറയുന്നത് ഒലിയാൻഡർ എനർജി, നമ്മൾ പലപ്പോഴും ഒരിടത്ത് വഴി തെറ്റിപ്പോയി എന്ന് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ, നമ്മൾ എല്ലായിടത്തും എപ്പോഴും നമ്മൾ കറക്റ്റ് വഴിയിലൂടെ ആയിരിക്കണം എന്നില്ല. വഴി തെറ്റിപ്പോയി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യുക, തീരുമാനങ്ങൾ അപ്പോൾ പെട്ടെന്ന് ധൃതി പിടിച്ചെടുക്കാതിരിക്കുകയോ ഇനി എന്ത് ചെയ്യും, അപ്പോൾ നമുക്ക് വെപ്രാളവും, അപ്പോൾ നമ്മൾ ധൃതിയുടെ കൂടുതൽ വേറെയും തെറ്റായ തീരുമാനങ്ങൾ വീണ്ടും വീണ്ടും എടുത്തുകൊണ്ടിരിക്കും. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത്, നിങ്ങൾക്ക് വഴി തെറ്റിപ്പോയി എന്ന് തോന്നുന്നുണ്ട് എങ്കിൽ ഫസ്റ്റ് നിങ്ങളൊന്ന് പോസ് ചെയ്യുക, എന്നിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക, എല്ലാത്തിനെയും നോക്കിക്കാണാം. സിറ്റുവേഷൻ എങ്ങനെ തന്നെയാണെങ്കിലും നിങ്ങൾ എല്ലാ ആംഗിളിലൂടെയും കാര്യങ്ങളെ നോക്കിക്കാണുക. കാര്യം എങ്ങനെയാ ഇതിനെ ഫേസ് ചെയ്യണമെന്ന് എല്ലാ ആംഗിളിലും നോക്കി കണ്ടിട്ട് സ്വസ്ഥമായിട്ടിരുന്ന് ആലോചിച്ചിട്ട് ഒരു തീരുമാനത്തിലേക്ക് പോവുക. കാരണം പലപ്പോഴും പല സിറ്റുവേഷനിലും പല ആളുകളെയും കണ്ടിട്ടിരിക്കുന്നതെന്ന് വെച്ചാൽ അവരുടെ ഇമോഷൻസ് ഒരിക്കലും അവർക്ക് സഹായകരമാകില്ല. കാരണം അവരെപ്പോഴും ആ ഒരു ധൃതിയായിരിക്കും. ഇപ്പൊ ധൃതിയിൽ വരുമ്പോൾ എന്താണ്, ചില വ്യക്തികൾ വളരെയധികം സങ്കടപ്പെട്ട് ധൃതി പിടിച്ച ഓരോ കാര്യങ്ങൾ ചെയ്ത് എല്ലാം പ്രശ്നങ്ങളാക്കും. കൂടെയുള്ളവരുടെ അടുത്ത് ദേഷ്യപ്പെട്ട് അങ്ങനെയൊക്കെ ആയിരിക്കും കാര്യങ്ങൾ ചെയ്യുന്നത്. അങ്ങനെ ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ദയവായിട്ട് മനസ്സിലാക്കുക ഈ ഒരു സിറ്റുവേഷൻ. നിങ്ങൾ അതേപോലെ ഒരു ക്യാമോമൈൽ ടീ തന്നെ വേണമെന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ഒരു മിന്റ് ടീ ഇഷ്ടമാണെങ്കിൽ വ്യത്യസ്തമായിട്ടുള്ള ചായ, അല്ലെങ്കിൽ ഒരു ഏലക്ക ചായ, അല്ലെങ്കിൽ ഇഞ്ചി ചായ, അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ കുടിക്കുക, മസാല ചായ. അത് നിങ്ങൾക്കൊരു സമാധാനവും സ്വസ്ഥമായിട്ടിരിക്കാൻ പറ്റുന്ന ചിന്തകൾ, തീരുമാനത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു നല്ല കാപ്പിയോ ചായയോ കുടിച്ച് സ്വസ്ഥമായിട്ട് നിങ്ങളുടെ സാഹചര്യത്തിനനുസരിച്ചിട്ട് അപ്പോൾ ചെയ്യാൻ ഇഷ്ടമുള്ള, നിങ്ങളുടെ മനസ്സിന് പീസ് ഓഫ് മൈൻഡ് തരുന്ന കാര്യം ചെയ്തിട്ട് മുന്നോട്ടേക്ക് പോകാത്ത പക്ഷം ഈ ഒരു തീരുമാനം തെറ്റാവാൻ സാധ്യതയുണ്ടെന്ന് എടുത്തു പറയുന്നു. അതേപോലെ തന്നെ പറ്റുമെങ്കിൽ നിങ്ങൾ വല്ലാർപാടത്തമ്മയെ ഒന്ന് പോയി കാണുക. അതേപോലെ തന്നെ ബ്ലാക്ക് തോൺ മെസ്സേജ് ആണ് വന്നിരിക്കുന്നത്. ഇപ്പൊ ഇവിടെ പറയാനുള്ളത്, നമ്മൾ പലപ്പോഴും ജീവിതത്തിൽ വിട്ടുകളയാനായിട്ട് നമ്മൾക്ക് ഭയമായിരിക്കും. നമ്മൾ പലപ്പോഴും നമ്മുടെ സേഫ്റ്റി നെറ്റ് ആയിരിക്കും നമ്മുടെ മാതാപിതാക്കൾ. ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ വിദേശത്തേക്കൊക്കെ പോകാനായിരിക്കും, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾക്കായിരിക്കും. വീട്ടിൽ നിന്ന് മാറി നിൽക്കാൻ ഒറ്റയ്ക്ക് വീട്ടിൽ നിന്ന് എന്തൊക്കെ സിറ്റുവേഷൻസ് ആയാലും വീട്ടിൽ നിന്ന് മാറാൻ ഭയമായിരിക്കും. അപ്പോൾ വീട്ടിലുള്ളവരാണെങ്കിൽ അത് അഭിമാനമായിട്ടായിരിക്കും കാണുന്നത്. കാരണം എന്തൊക്കെയായാലും വീട്ടിൽ നിന്ന്, അല്ലെങ്കിൽ അവൾക്കും വീട്ടിൽ നിന്ന് മാറി നിൽക്കാൻ ഒരു ഇതില്ല, ഇവിടെ തന്നെ നിൽക്കണം, അതങ്ങനെയാണ്. പലപ്പോഴും പല ആളുകളുടെ ഒക്കെ മക്കൾ ചിലപ്പോൾ വിദേശത്തൊക്കെ പോയി പഠിക്കുന്നതും ഒക്കെ പറയുമ്പോൾ അല്ലെങ്കിൽ വിദേശത്ത് പോയി സെറ്റിലായെന്ന് പറയുമ്പോൾ അവരതൊരു സങ്കടമായിട്ട് പറയുമ്പോൾ നിങ്ങളുടെ അച്ഛനും അമ്മയോ അല്ലെങ്കിൽ നിങ്ങൾ വീട്ടിൽ തന്നെ നിൽക്കുന്ന വലിയൊരു കാര്യമായിട്ട് ചിന്തിക്കുന്നുണ്ടാവാം. വീട്ടിൽ ആ ഒരു കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ മാറി നിൽക്കുന്നില്ല എന്നുള്ള ഒരു അർത്ഥത്തിൽ മാത്രമല്ല, അതായത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇപ്പോഴും തീരുമാനങ്ങൾ എടുക്കുന്നത് നിങ്ങളുടെ പാരന്റ്സ് ആണ് എന്നുള്ള രീതിയിലാണ് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ അതേ വീട്ടിൽ തന്നെ താമസിക്കുന്നതോ, അല്ലെങ്കിൽ നിങ്ങൾ വേറെ ഒരു വീട് വെച്ച് താമസിക്കുന്നതോ, അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും വിദേശ രാജ്യത്ത് സെറ്റിൽ ആവുന്നതോ ഇതൊന്നുമല്ല ഇവിടുത്തെ സിറ്റുവേഷൻ. നിങ്ങൾക്ക് വേണ്ടിയിട്ട് തീരുമാനങ്ങൾ എടുക്കുന്നത് ഇപ്പോഴും പാരന്റ്സ് ആണ് എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇത്രയേ ഉള്ളൂ കാര്യം. ഇൻഡിപെൻഡന്റ് ആയിട്ട് തീരുമാനങ്ങൾ എടുക്കാൻ നിങ്ങൾക്കൊരു പക്ഷേ അവസരം കിട്ടുന്നില്ല. കാരണം നിങ്ങൾ ജനിച്ച അന്ന് മുതൽ അതേ സിറ്റുവേഷനാണ്, പാരന്റ്സ് ആണ് എല്ലാം തീരുമാനിച്ചത്. അപ്പോൾ നിങ്ങൾക്കൊരു ചേഞ്ച് ഇല്ലാത്തത് കൊണ്ട് തന്നെ, ഒരു മാറ്റമില്ല.
മാറ്റമില്ലാത്തത് കൊണ്ട് തന്നെ എപ്പോഴാണ് നിങ്ങൾ 5 വയസ്സിൽ നിങ്ങളുടെ തീരുമാനം പാരന്റ്സ് എടുത്തത് നിങ്ങൾക്ക് വേണ്ടിയിട്ട്, അതേപോലെ തന്നെയാണ് ഇപ്പോഴും 35 വയസ്സിലും എടുത്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഒന്നുകിൽ നിങ്ങളായിട്ട് സ്വയം തീരുമാനങ്ങൾ എടുക്കുക, കുറേശ്ശെ കൊച്ചു കൊച്ചു കാര്യങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾ അവിടുന്ന് മാറി താമസിക്കാനായിട്ട് ശ്രമിക്കുക. കുറച്ചു നാൾ മാറി നിന്നിട്ട് തിരിച്ചു വരണമെങ്കിലും വരാം. അപ്പോഴത്തേക്കും ആ ഒരു 2 കൂട്ടർക്കും സ്വന്തമായിട്ട് നിങ്ങൾ ഇൻഡിപെൻഡന്റ് ആയിട്ട് തീരുമാനം എടുക്കാൻ പഠിക്കുകയും അവരത് അക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളത് മാത്രമാണ് ഉദ്ദേശിച്ചിട്ടുള്ളൂ. അല്ലാതെ നിങ്ങൾ വീട്ടിൽ നിന്ന് സ്ഥിരമായിട്ട് മാറിപ്പോവുക എന്നുള്ള അർത്ഥത്തിലല്ല. കാരണം മാറിപ്പോകുന്നില്ല എങ്കിൽ പല ആളുകളുടെയും ഒരു പ്രശ്നം എന്ന് വെച്ചാൽ അവർ ഒരിക്കലും ഇൻഡിപെൻഡന്റ് ആവില്ല എന്നുള്ളതാണ്. ആ ഒരു എനർജി ഇവിടെ കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് അരിവാളാണ്. അരിവാൾ എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ എന്തിനാണ് അരിവാൾ ഉപയോഗിക്കുന്നത്? സിക്കിൾ ഉപയോഗിക്കുന്നത് എന്തിനാണ്? വെട്ടിക്കളയാം, വേണ്ടാത്തതൊക്കെ വെട്ടിക്കളയാ എന്നുള്ളത്. അപ്പോൾ ഈ വേണ്ടാത്ത കാര്യങ്ങൾ വെട്ടിക്കളയുക എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഇനി നിങ്ങൾക്ക് ആവശ്യമില്ലാത്തത് എന്തോ അത് നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് എടുത്ത് കളയുക എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അപ്പൊ ഇവിടെ ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വളരെ ഒരു ചാലഞ്ചാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഒരു പാഠം ഉൾക്കൊള്ളേണ്ട സമയമായി ഇതെന്നുള്ളതാണ്. അടുത്ത ലൈഫിൽ ഇപ്പോൾ ഒരു തടസ്സം നിങ്ങൾ അനുഭവിച്ചു, പല കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി. ഇനി അടുത്തതായിട്ടൊരു സാഹചര്യം വരുമ്പോൾ ഇതിനെ എങ്ങനെ നിങ്ങൾ മാറ്റാം എന്നുള്ളത് ചിന്തിക്കാനായിട്ട് തുടങ്ങി. ഇതൊരു ഗ്രോത്ത് ആണ്. നമ്മൾ പലപ്പോഴും ഒരു കാര്യം വെട്ടിക്കളയുക എന്ന് പറയുമല്ലോ. ഇപ്പൊ നമ്മൾ ചില ചെടികളിലൊക്കെ അതിന്റെ കൂമ്പൊടിച്ച് കളയണം, അല്ലെങ്കിൽ അതിന്റെ വിത്ത് ആ ഒരു ചെടിയിൽ നിന്ന് കളഞ്ഞാൽ ഇപ്പൊ നമ്മൾ റോസിന്റെ അല്ലെങ്കിൽ മറ്റ് പല ചെടിയുടെയും പൂ ഉണ്ടായി കഴിയുമ്പോൾ പൂ വാടിക്കഴിഞ്ഞ് കൊഴിഞ്ഞു പോയി കഴിയുമ്പോൾ അധികം നാളത് അവിടെ നിർത്താൻ പാടില്ല. നമ്മൾ മുകൾ ഭാഗം വെട്ടിക്കളഞ്ഞാൽ മാത്രമാണ് ചെടി വീണ്ടും വീണ്ടും വളർന്നു വരുന്നുള്ളൂ. അതായത് നമുക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ വീണ്ടും നിലനിർത്തിയാൽ അത് നമ്മളുടെ വളർച്ച മുരടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ വേണ്ടാത്ത കാര്യങ്ങൾ ജീവിതത്തിൽ നിന്ന് മാറ്റുമ്പോൾ മാത്രമാണ് പുതിയ പുതിയ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വരുന്നത് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ്. നിങ്ങൾ ഇപ്പോഴും ആ പഴയ ഇതിൽ തന്നെ നിന്നാൽ പുതിയതിന് വരാൻ അവസരം ഉണ്ടാകുന്നില്ല. പുതിയത് വരുന്നില്ല എങ്കിൽ ജീവിതത്തിൽ ഒരു ഗ്രോത്ത് ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. മൂൺബോട്ട് എനർജിയാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നത് എന്ന് വെച്ചാൽ ഈ ഒരു സമയം എന്ന് പറഞ്ഞാൽ നിങ്ങൾ റിലീജിയസ് ആണെങ്കിൽ റിലീജിയസ് ആയിട്ടുള്ള കർമ്മങ്ങൾ ചെയ്യാം, റിലീജിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാം. ഇപ്പോ നിങ്ങളെ സംബന്ധിച്ച് ഒരു എനർജി കാണിക്കുക. ഇപ്പൊ നിങ്ങൾ റിച്വൽസ് ഉണ്ടാവും, ഓരോ മതപരമായിട്ടുള്ള കാര്യങ്ങൾ. നിങ്ങൾ വല്ലാർപാടത്തമ്മയെ സന്ദർശിക്കാം, അത് ചെയ്യാവുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ഹിന്ദുസ് ആയിട്ടുള്ളവരാണെങ്കിൽ ഏറ്റുമാനൂരപ്പനെ കാണുന്നത്, ഏറ്റുമാനൂർ സന്ദർശിക്കുന്നത് നല്ലതാണ്. മുസ്ലിംസ് ആണ് എങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പറയാനുള്ളത് നിങ്ങൾ ഭീമാപ്പള്ളിയിൽ ഒന്ന് പോകുന്നതും നിങ്ങൾക്ക് നല്ലതായിരിക്കും. അതല്ല എങ്കിൽ നിങ്ങളുടേതായിട്ടുള്ള നിങ്ങൾ പ്രത്യേകിച്ച് സാധാരണ വീട്ടിൽ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻസ് വരുമ്പോൾ നിങ്ങൾ എന്താണ് പറയുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഉസ്താദിനെ കൊണ്ടുവന്ന് ഓദിക്കുക, അല്ലെങ്കിൽ ബോയിലിയാര് ആരാണ് എന്താണ് നിങ്ങൾ ചെയ്യുക, നിങ്ങളുടെ ഫാമിലിയിൽ സാധാരണ ചെയ്യുന്ന ഒരു കാര്യം ഉണ്ടാവുമല്ലോ, അതെന്താണെന്നുള്ള രീതിയിൽ ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ചെയ്യാവുന്ന ഒന്ന് കുളിക്കുന്ന സമയത്ത് കടലുപ്പ് ഇട്ടിട്ട് കുളിക്കാവുന്നതാണ്. ഇത് എല്ലാവർക്കും ചെയ്യാവുന്ന, അല്ലെങ്കിൽ നിങ്ങളുടെ രീതിയിൽ വീട്ടിൽ എന്താണ് സാധാരണ കുടുംബത്തിൽ ചെയ്യാതെ ചെയ്യാവുന്ന കാര്യമാണ്. ഇതൊക്കെ നിങ്ങൾക്ക് ചെയ്യേണ്ടുന്ന കാര്യമാണ് എന്നുള്ളത് എടുത്തു പറയുന്നു. അപ്പോൾ അതേപോലെ തന്നെ നിങ്ങളുടെ ഫാമിലി, നിങ്ങൾ ചെയ്യുന്ന ഒരു വളരെയധികം പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ പല ആളുകളോടും സംസാരിക്കുമ്പോൾ, പല കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങളുടെ പാരൻസിന് എല്ലാം വിളിച്ചു പറയുന്ന ഒരു സ്വഭാവം ഉണ്ടെങ്കിൽ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ബുദ്ധിമുട്ടുള്ള കാര്യമാണെങ്കിലും പാരൻസിനെ അറിയിക്കാതിരിക്കുക. കാരണം അവരുടെ നിഷ്കളങ്കമായിട്ടുള്ള മനസ്സായിരിക്കും ചിലപ്പോൾ എല്ലാവരോടും പറയണം. ചില സമയത്തൊന്നും നിഷ്കളങ്കാവില്ല കേട്ടോ. എല്ലാവരുടെയും മുമ്പിൽ എൻ്റെ മകനോ മകളോ വലിയ ആളാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇത് ആണ്. എന്നാലും അവര് എന്ത് തന്നെ ആയിക്കൊള്ളട്ടെ, ഇത് പറയുമ്പോൾ കേൾക്കുന്ന ആളുടെ വികാരം വേറെ ആയതുകൊണ്ട് എന്തെങ്കിലും പ്ലാൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ആ സിറ്റുവേഷനിൽ അവരോട് പറയാതിരിക്കുക. കാര്യങ്ങൾ നടന്നതിന് ശേഷം മാത്രം പറയുക. അത് അവരുടെയും നിങ്ങളുടെയും നല്ലതിനാണ്. കാരണം നിങ്ങൾക്ക് നല്ലതുണ്ടാവുകയാണെങ്കിൽ അവർക്ക് തന്നെ സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് മുന്നോട്ടേക്ക് പോവുക എന്നുള്ള ഒരു എനർജിയാണ്, ഹെൻബെയിൻ എനർജിയാണ് നിങ്ങൾക്ക് നെക്സ്റ്റ് വന്നിട്ട് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ. അപ്പോൾ ഇവിടെ എഗെയിൻ ചില കാര്യങ്ങളൊക്കെ കുറച്ച് നാളുകളായിട്ടും സാധാരണഗതിയിലേക്കാൾ കൂടുതൽ കുറച്ച് വിഷമിപ്പിക്കുന്ന രീതിയിൽ തോന്നുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക. ഈ ഒരു സമയം ഇത് ഇപ്പോഴത്തെ ഒരു ടൈം പീരീഡാണ്, അത് മാറിപ്പോയിക്കോളും. പിന്നെ ഇടയ്ക്ക് നിങ്ങൾ മെഡിറ്റേഷനും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് നല്ലതായിരിക്കും.
അതേപോലെ തന്നെ എടുത്തു പറയാൻ നിങ്ങളെന്ന് പറയുന്ന വ്യക്തി നിങ്ങളുടെ നിങ്ങളുടെ ആ കഴിവുകളിലും മറ്റും നിങ്ങൾ സ്വയം വിശ്വസിക്കുക, മറ്റുള്ളവരെ നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് വലിയ കഴിവൊന്നുമില്ല എന്ന് നിങ്ങളെ കൊണ്ട് സ്വയം തോന്നിപ്പിക്കാനുള്ള തത്രപ്പാടിലാണെങ്കിലും നിങ്ങൾ അതിൽ വീണുപോകാതെ മനസ്സിലാക്കുക നിങ്ങൾക്ക് കഴിവുകളുണ്ട് എന്നുള്ളത്. ആരെന്ത് പറഞ്ഞാലും നിങ്ങൾ എന്ന് പറയുന്ന വ്യക്തിക്കുള്ള കഴിവ് നിങ്ങളിൽ തന്നെ ഉണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് മുന്നോട്ടേക്ക് പോവുക. ഓക്കെ, അതേപോലെ തന്നെ ഇനി നെക്സ്റ്റ് വന്നിട്ട് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ മെയിൻ തീം എന്ന് പറയുന്നത് ബ്ലൂ ബെല്ലാണ്. ബ്ലൂ ബെൽ എനർജിയാണ് നിങ്ങളുടെ മെയിൻ തീം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു എനർജി നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പലപ്പോഴും പലരുടെയും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും നമുക്ക് എളുപ്പം അങ്ങ് നേടിയെടുക്കാൻ പറ്റുന്ന കാര്യങ്ങളായിരിക്കില്ല. അപ്പോൾ എന്ത് കാര്യമാണോ നമ്മൾ ജീവിതത്തിൽ നേടാൻ ആഗ്രഹിക്കുന്നത് ആ കാര്യത്തിന് വേണ്ടി തീർച്ചയായിട്ടും നമ്മൾ പരിശ്രമിക്കുക തന്നെ ചെയ്യാം, മറ്റുള്ളവർ എന്ത് പറഞ്ഞാലും. പക്ഷെ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ചില കാര്യങ്ങളിൽ മുന്നോട്ടേക്ക് കൊച്ചു ചില കാര്യങ്ങളിലൊക്കെ തടസ്സങ്ങൾ ഉണ്ടാവും. പക്ഷെ മറ്റു ചില കാര്യങ്ങളിലൊക്കെ മുന്നോട്ടേക്ക് നല്ല രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ നടക്കുന്നത് എന്ന് തന്നെ പറയാം. നാച്ചുറലി നിങ്ങളുടെ ഒരു സ്വയം തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു ലെവലിലേക്ക് നിങ്ങൾ ഈ ഒരു സമയത്ത് എത്തിച്ചേരുന്നു എന്നുള്ളതാണ് ഏറ്റവും സുപ്രധാനമായിട്ടുള്ള കാര്യം. നിങ്ങൾ എന്ന് പറയുന്ന വ്യക്തി സ്വയമല്ല ഇതുവരെ തീരുമാനങ്ങൾ എടുത്തിട്ടുള്ളത്. നിങ്ങൾ ഇൻഡിപെൻഡന്റ് ആവുകയാണ്. നിങ്ങൾ സ്വയം തീരുമാനങ്ങളിലേക്ക് എത്തുന്നു, നിങ്ങൾ സ്വയം തീരുമാനങ്ങൾ എടുക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഈ ഒരു സമയത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ താഴെ ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യുമെങ്കിൽ മാത്രമേ മുന്നോട്ടേക്കുള്ള വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഈ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും ബിഗ് താങ്ക് യു ഫോർ വാച്ചിങ്.